കണ്ണൂർ വിഷൻ സക്സസ് സ്റ്റോറിയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. നമ്മുടെ എപ്പിസോഡിൽ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് ഭോപ്പാലിൽ നിന്ന് ഒരു അതിഥിയാണ്. ഭോപ്പാൽ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം ഒരു ദുരന്തമാണ് ഓർമ്മ വരിക. ആ ദുരന്തകാലത്തും അവിടെ ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ മലയോര ഗ്രാമമായ അങ്ങാടിക്കടവിൽ നിന്ന് ഭോപ്പാലിലെത്തിക്കഴിഞ്ഞ 40 വർഷമായി അവിടുത്തെ നാനാ തുറകളിൽ സക്രിയ സാന്നിധ്യമായ മനുഷ്യൻ. സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ മാധ്യമ കലാരംഗത്തെല്ലാം വളരെ സജീവമായി പ്രവർത്തിച്ചു വരുന്ന OD ജോസഫ്. അപ്പോൾ 40 വർഷമൊക്കെ ഒരു പ്രവാസ ജീവിതം, ആ നാടിൻ്റെ സമസ്ത മേഖലകളിലും ഇടപെടുക, മലയാളികൾക്ക് ഒരു ആശ്രയമായി മാറുക, നിരവധി സംഘടനകളുടെ തലപ്പത്തെത്തുക, മാസികകൾ പത്രപ്രവർത്തന രംഗത്തും സജീവ സാന്നിധ്യമാകുക. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ളൊരു മനുഷ്യനെ ഒന്നറിയാൻ ശ്രമിക്കുകയാണ് സക്സസ് സ്റ്റോറിയിലൂടെ. പ്രേക്ഷകർക്കും ഒപ്പം OD ജോസഫിനും സക്സസ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. നമസ്കാരം. ജോസഫ്, സക്സസ് സ്റ്റോറി ഇങ്ങനെ വ്യത്യസ്തരായ മനുഷ്യരെ തേടി ഇങ്ങനെ യാത്ര ചെയ്യുന്നൊരു സംഘമാണ്. അപ്പോഴാണ് താങ്കളെക്കുറിച്ച് അറിഞ്ഞത്. അപ്പോൾ താങ്കളെ ഒന്ന് അറിയാം, കാണാം, പരിചയപ്പെടാം എന്ന് വിചാരിച്ചാണ് വന്നത്. സന്തോഷം. താങ്കൾ എവിടെയാണ്, ഒരാളെ അറിയുമ്പോൾ ആദ്യം ജനിച്ചത് എവിടെയാണെന്ന് അറിയണമല്ലോ. ശരിക്കും അങ്ങാടിക്കടവിൽ തന്നെയാണോ ജനിച്ചത്? ഞാൻ അങ്ങാടിക്കടവിൽ തന്നെയാണ് ജനിച്ചത്. മാതാപിതാക്കൾ അങ്ങാടിക്കടവിലായിരുന്നു. അവർ 1940 അങ്ങാടിക്കടവിൽ കോട്ടയത്ത് നിന്ന് അവരിവിടെ കുടിയേറി പാർത്ത ആൾക്കാരാണ്. അച്ഛനും അമ്മയുടെയൊക്കെ പേര്? എൻ്റെ ഫാദറിൻ്റെ പേര് OJ ദേവസ്യ, അമ്മയുടെ പേര് മേരി ദേവസ്യ. ദേവസ്യ മേരി ദമ്പതികളുടെ മകനാണ്. നിങ്ങൾ എത്ര മക്കളായിരുന്നു? ഞങ്ങൾ 6 പേരാണ്. മൂത്തയാളാണോ നിങ്ങൾ? എൻ്റെ മൂത്ത ഒരു സിസ്റ്ററുണ്ട്, അദ്ദേഹം കോൺവെന്റിൽ സിസ്റ്ററാണ്. ഞാൻ രണ്ടാമത്തെ. നോട്ടർഡാം കോൺഗ്രിഗേഷൻ. എവിടെയാണുള്ളത് ഇപ്പോൾ തൃശ്ശൂരാണുള്ളത്. എന്താ പേര് അവരുടെ? മേരി സത്യ. ബാക്കിയുള്ളവരൊക്കെ? രണ്ടാമത്തെ ആള് ഞാനാണ്. എൻ്റെ ഇളയ സണ്ണി സെബാസ്റ്റ്യൻ ഇവിടെ കണ്ണൂർ വിഷന്റെ അമരക്കാരനാണ്. അടുത്തത് സജി സെബാസ്റ്റ്യൻ, അദ്ദേഹം അമേരിക്കയിലാണ്, അമേരിക്കൻ എഞ്ചിനീയറാണ്. മൂന്നാമത്തത് സിസ്റ്ററാണ്, മാട്രയിൽ വിവാഹം ചെയ്ത് വിട്ടിരിക്കുന്നു. പിന്നെ അതിൻ്റെ താഴെയുള്ള ഷിജു, അദ്ദേഹം ചണ്ഡീഗഡിലാണ്, ഒരു MNCയുടെ വൈസ് പ്രസിഡൻ്റാണ്. അപ്പം നാനാ ഭാഗത്തായിട്ട് ഇങ്ങനെ ആളുകളുടെ ഒരു ശൃംഖല 6 പേരായിട്ടുണ്ട് എല്ലാ ഭാഗത്തും, അല്ലേ? തീർച്ചയായും. ഈ അച്ഛനും അമ്മയും ഇവിടെ കുടിയേറിയതിന് ശേഷമാണോ നിങ്ങൾ മക്കളുടെ എല്ലാം ജനനം ശരിക്കും? അതെ, ഞാൻ 1962 ജനിച്ചതാണ്. അവരെപ്പോഴാണ് മൈഗ്രേറ്റ് ചെയ്തത്? അവർ 42-43 ആ ഒരു കാലഘട്ടത്തിൽ അവർ വന്നു. നിങ്ങൾ ജനിക്കുന്ന ആ കാലഘട്ടം, നിങ്ങൾ ജനിക്കുന്ന ഏത് ഇയറിലാണ് ശരിക്കും? 62 ഈ അങ്ങാടിക്കടവ് എന്ന് പറഞ്ഞ ഗ്രാമത്തിന്റെ ഒരു അവസ്ഥ നിങ്ങളുടെ ഓർമ്മയിൽ എങ്ങനെയാണ്? ഇന്നെന്ന് പറഞ്ഞാൽ ഭയങ്കര ഫ്ലറിഷ് ചെയ്ത് വികസനം വന്നൊരു സ്ഥലം. എന്താണ് അന്നത്തെ ഓർമ്മ? അന്ന് വളരെ മണ്ണുകൊണ്ടുള്ള റോഡായിരുന്നു. അതിനുശേഷം ഒരു സ്കൂൾ ഉണ്ടായിരുന്നു, ചെറിയൊരു സ്കൂൾ ഉണ്ടായിരുന്നു. സ്കൂളിന്റെ പേര് സേക്രഡ് ഹാർട്ട് LP സ്കൂൾ. ഒരു പള്ളി ഉണ്ടായിരുന്നു. പിന്നീട് റോഡ് കുറച്ചും കൂടെ വികസിച്ചു. ഉണ്ടായിരുന്നു നിങ്ങൾ ആ കാലഘട്ടത്തിൽ? ബസ് റൂട്ട് 1970 സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ ഓർമ്മയുണ്ട്. കൃത്യമായ ഓർമ്മയില്ല. 70കളിലാണ് ബസ് റൂട്ട് സ്റ്റാർട്ട് ചെയ്തത്. അതിനു മുമ്പ് ജീപ്പായിരുന്നു ഉണ്ടായിരുന്നത്. എന്തൊക്കെയായിരുന്നു വീട്ടിലെ അന്നത്തെ സാഹചര്യം? നിങ്ങൾ 6 മക്കളും അച്ഛനും അമ്മയും അന്ന് കർഷകർ തന്നെയാണ്? ഞങ്ങൾക്ക് സ്ഥലമുണ്ടായിരുന്നു, അങ്ങാടിക്കടവിൽ കൃഷി സ്ഥലം ഉണ്ടായിരുന്നു. അന്ന് റബ്ബറും മറ്റ് കശുമാവും ഇത് രണ്ടുമായിരുന്നു പ്രധാനമായിട്ടുള്ള ആദായ മാർഗം വീട്ടിലേക്ക്. അപ്പോൾ അങ്ങനെ അതായി കർഷക കുടുംബമായിട്ട് അങ്ങനെ കർഷക കുടുംബമായിട്ട് ജീവിച്ചു. എവിടെയായിരുന്നു പഠനമൊക്കെ? ഞാൻ അങ്ങാടിക്കടവ് വരെയും LP സ്കൂളിൽ പഠിച്ചിരുന്നു, അങ്ങാടിക്കടവ് സേക്രഡ് ഹാർട്ട് സ്കൂളിൽ. അതിനുശേഷം കരിക്കോട്ടക്കരയിൽ സെൻറ്റ് തോമസ് ഹൈസ്കൂളിൽ SSLC വരെയും പഠിച്ചു. അതിനുശേഷം എനിക്ക് ബീഹാറിൽ ഒരു സെക്രട്ടറിയൽ കോഴ്സ്, അക്കൗണ്ടൻസി കോഴ്സ് ചെയ്യാനൊരു അവസരം കിട്ടി. SSLC കഴിഞ്ഞപ്പോൾ ഈ SSLC വരെയുള്ള ജീവിതം എങ്ങനെയാണ് ഓർത്തെടുക്കുന്നത്? കാരണം നിങ്ങളൊക്കെ പഠിക്കുന്ന കാലഘട്ടം എന്ന് പറഞ്ഞാൽ SSLCയുടെ വിജയ ശതമാനം 30%, 20%, 42% ഉള്ളൊരു കാലഘട്ടമാണ്. മാത്രമല്ല തീർത്തും ഗ്രാമീണ പശ്ചാത്തലത്തിലുള്ള പഠനം, ജീവിത സാഹചര്യം, അതിനെയൊക്കെ എങ്ങനെയാണ് ഓർത്തെടുക്കുന്നത്? രാവിലെ സ്കൂളിലെത്തുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. വാഹന സൗകര്യമില്ല. അപ്പോൾ ഏകദേശം ഒരു 3 കിലോമീറ്റർ നടന്നാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ സ്കൂളിൽ ചെല്ലുമ്പോൾ തന്നെ വളരെ ഒരു അവശതയാകുന്ന സ്ഥിതിയായിരുന്നു. ആ സാഹചര്യത്തിൽ അതുപോലെ തന്നെ തിരിച്ചിങ്ങോട്ട് വരാനും 3 മണിക്കൂർ. നല്ല റോഡുകളില്ല. പലപ്പോഴും ചെറിയ വഴികളിൽ കൂടെയൊക്കെ ഞങ്ങൾ സ്കൂളിൽ പെട്ടെന്ന് എത്താൻ വേണ്ടി വളരെ സ്പീഡ് നടക്കുകയും ഊടുവഴികളിലൂടെ വളരെ വേഗത്തിൽ നടന്ന് കൃത്യസമയത്ത് തന്നെ സ്കൂളിലെത്തി, അല്ലെങ്കിൽ പണിഷ്മെൻ്റ് ഉണ്ടാവും. അതുകൊണ്ട് സമയത്ത് എത്താൻ വേണ്ടി വളരെ കഷ്ടപ്പെട്ടിരുന്ന സമയമായിരുന്നു ആ കാലഘട്ടം.
അന്നത്തെ അധ്യാപകരെ കുറിച്ചുള്ള ഓർമ്മകളൊക്കെ എങ്ങനെ? തീർച്ചയായും അധ്യാപകർ സ്നേഹമുള്ളവരായിരുന്നു. പക്ഷേ അതോടൊപ്പം തന്നെ അവർ ചെറിയൊരു ഭീകരമായ രൂപമായിരുന്നു ഞങ്ങളുടെ എല്ലാം മുന്നേ ഉണ്ടായിരുന്നത്. കാരണം അവർ എപ്പോഴും ഒരു ചൂരൽ പുറകിൽ അവരുടെ കയ്യിലുണ്ടാവും. അതുകൊണ്ട് എപ്പോഴാണ് നമ്മളുടെ മേലിൽ ശകാരിക്കുക എന്നുള്ളത് അറിയാൻ കഴിയില്ലായിരുന്നു. അപ്പോൾ എപ്പോഴും അധ്യാപകരെ ഒരു ഭയത്തോടും അതുപോലെ അവർക്ക് സ്നേഹമുണ്ടെന്നുള്ളതും മനസ്സിലാക്കി ബഹുമാനത്തോടും കൂടി ഭയവും ബഹുമാനവും ഇടകലർന്ന യെസ്. ഈ സ്കൂൾ ജീവിതകാലത്തിൽ വിദ്യാർത്ഥി രാഷ്ട്രീയം അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? ഞാൻ ഹൈസ്കൂളിൽ പഠിച്ചപ്പോൾ ചെറിയ വിദ്യാർത്ഥി രാഷ്ട്രീയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് എൻ്റെ SSLCയുടെ മാർക്ക് വളരെ കുറവായിരുന്നു. പറയാൻ പറ്റാത്തൊരു മാർക്കായിട്ട് എനിക്കുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു കാരണം കൊണ്ടാണ് തോന്നുന്നു എൻ്റെ മാതാപിതാക്കൾ എന്നെ ഇവിടുന്ന് മാറ്റി നിർത്തണമെന്ന് തന്നെ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ച് അങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ സംഘർഷത്തിൽ പങ്കെടുത്തിട്ടില്ലെങ്കിലും ചെറിയ തോതിലൊക്കെ സ്കൂൾ രാഷ്ട്രീയത്തിലുണ്ടായിരുന്നു. അന്ന് അവിടെയൊക്കെ ഒരു ഹീറോ ആകാൻ പറ്റുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ഹീറോ ആയിട്ട് സ്കൂൾ ജീവിതകാലത്തിലെ ഇൻസിഡൻസ് ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണ്? കാരണം കരിക്കോട്ടക്കരി പോലുള്ള ഒരു ഗ്രാമത്തിലൊക്കെ അന്ന് എന്തായിരുന്നു അന്നത്തെ റോള് നിങ്ങളുടെയൊക്കെ? കരിക്കോട്ടുകരി ഒരു പുതിയ സ്കൂൾ, അധികം പഴക്കമില്ലാത്ത സ്കൂളായിരുന്നു. എങ്കിൽ തന്നെയായാലും അവിടെ പല ഭാഗത്തു നിന്നുള്ള വളരെ ദൂരെ ഭാഗത്തു നിന്നുള്ള കുട്ടികളാണ് വന്നുകൊണ്ടിരുന്നത്. മലയോര പ്രദേശത്തു നിന്നും അതുപോലെ മറ്റു സ്ഥലങ്ങളിൽ നിന്നുള്ള കുട്ടികളാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്കൂളിൽ പഠിക്കുക, പഠനം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് സമയം കളിക്കാൻ കിട്ടുക, അതായിരുന്നു മുഖ്യമായിട്ടുണ്ടായിരുന്ന താല്പര്യമുണ്ടായിരുന്നത്. പിന്നെ ചെറിയ തോതിൽ പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വഴക്കുകളും പരിഭവങ്ങളും പിണക്കങ്ങളും കൊച്ചു രാഷ്ട്രീയങ്ങളും ഇതെല്ലാമായിട്ട് കലോത്സവ ജീവിതം ഒരു വളരെ ആനന്ദകരമായ ജീവിതം തന്നെയായിരുന്നു ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഈ കലാരംഗത്ത് ഉണ്ടായിരുന്നോ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്? കലാരംഗത്ത് അങ്ങനെ പ്രത്യേകമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ലെങ്കിലും അതിനോട് എനിക്കൊരു താല്പര്യമുണ്ടായിരുന്നു. പാട്ടുകളോടും ഡാൻസുകളോടും അങ്ങനെ അത് ചെയ്യുന്ന കുട്ടികളോട് ഒരു പ്രത്യേക താല്പര്യമുണ്ടായിരുന്നു. ഈ സ്കൂൾ കാലഘട്ടത്തിൽ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന അധ്യാപകരൊക്കെ ആരായിരിക്കും? ഏറ്റവും നല്ല ഓർമ്മകൾ സമ്മാനിച്ച അധ്യാപകർ, അതാണല്ലോ നമ്മുടെ ഒരു ക്രീം കാലം. അന്ന് കരിക്കോട്ടകരിൽ ഞങ്ങളുടെ പ്രിൻസിപ്പളായിരുന്നു. അദ്ദേഹത്തിന് എന്നോടൊരു പ്രത്യേക താല്പര്യമുണ്ടായിരുന്നു. അദ്ദേഹം തന്നെ പരീക്ഷയുടെ അടുത്തെത്തിയപ്പോൾ എന്നോട് വളരെ സ്നേഹമായിട്ട് പറഞ്ഞു, ഇനിയുള്ള സമയം നല്ലപോലെ പഠിക്കാൻ നോക്കുക, അല്ലെങ്കിൽ മാർക്ക് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് പരീക്ഷ അടുത്ത് വരുന്നു, ഇനി മറ്റു കാര്യങ്ങളിലെല്ലാം ശ്രദ്ധ വിട്ടിട്ട് നമ്മുടെ പഠനത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അദ്ദേഹം എന്നെ ഉപദേശിച്ചത് ഇന്നും എനിക്ക് വളരെ ഉണ്ട്. അതുപോലെ തന്നെ മറ്റൊരു അധ്യാപകനുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഇംഗ്ലീഷ് നിങ്ങളെ ലോകത്തെ അറിയാൻ ഉപയോഗിക്കുന്നൊരു ഭാഷയാണ്. അപ്പോൾ ആ ഭാഷയുടെ എത്രമാത്രം നിങ്ങൾ ആ ഭാഷ പഠിക്കുന്നുണ്ടോ നിങ്ങൾ അത്രയും ലോകത്തെ അറിയും. അതുകൊണ്ട് അത് പഠിക്കാൻ പ്രത്യേക ശ്രദ്ധ കാണിക്കണം. ഇങ്ങനെയുള്ള കുറച്ച് ഉപദേശങ്ങൾ ഇന്നും മനസ്സിൽ നിൽക്കുന്നുണ്ട്. പള്ളി ഈ മലയോരമാവുമ്പോൾ പള്ളിക്കൊപ്പം പള്ളിക്കൂടങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് മാർ സെബാസ്റ്റ്യൻ വള്ളോപ്പള്ളി വലിയ മുന്നേറ്റം നടത്തിയ ഒരു കാലമാണത്. തലശ്ശേരി അതിരൂപതയൊക്കെ സ്ഥാപിച്ച ആ കാലഘട്ടം. അപ്പോൾ എങ്ങനെയാണ് വിശ്വാസ സമൂഹമായിട്ടുള്ള ഇടയെടുപ്പം എങ്ങനെ ഉണ്ടായിരുന്നു? ചെറുപ്പകാലങ്ങളിൽ അങ്ങനെ പ്രത്യേകമായില്ല. പള്ളിയിൽ പോകും, പള്ളിയിൽ നിന്ന് വരും, വേദപാഠത്തിന് പോകും. അതിൽ കൂടുതലായിട്ട് അങ്ങനെ ഒരു പ്രത്യേകിച്ചൊരു വിശ്വാസമായിട്ടുള്ള അന്ന് തോന്നിയിട്ടുമില്ല. എല്ലാവരും ഒന്നിച്ച്, ഞങ്ങൾ മറ്റ് മതസ്ഥരും എല്ലാവരും ഒന്നിച്ച് ഒരു പ്രത്യേക ജാതി എന്നുള്ളത് പോലെ ഒരു ഫീലിംഗ് ഉണ്ടായിട്ടില്ലെന്നുള്ളതാണ്. ആ കാലഘട്ടം ഉണ്ടായിട്ടില്ല. എൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ മിക്കവരും ഹിന്ദുസും മുസ്ലിംസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ ഒരിക്കലും അങ്ങനെ ഒരു മതവും ജാതി എന്നുള്ള വ്യത്യസ്തത ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഒരു പ്രത്യേക. ഈ ഓർമ്മയിലുള്ള ആ കാലഘട്ടത്തിലെ സൗഹൃദം, നമ്മളെ സ്കൂൾ കാലഘട്ടത്തിൽ ചില ഉറ്റ ചങ്ങാതിമാർ നമുക്കുണ്ടാവുമല്ലോ, അങ്ങനെ ഓർക്കാൻ പറ്റിയ ചങ്ങാതിമാരും സൗഹൃദങ്ങളൊക്കെ ഓർമ്മയിലുണ്ടോ അങ്ങനെ ആരെങ്കിലുമൊക്കെ? കാരണം 40 വർഷമായിട്ട് ഭോപ്പാലിലും അതുപോലെ ബീഹാറിലൊക്കെ ഉണ്ടായിരുന്ന ഒരാൾ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ തന്നെ സ്ഥലം വിട്ടല്ലോ. അതെ, അത് കഴിഞ്ഞ ശേഷം പലരുടെയും പേര് ഓർമ്മയുണ്ട്. എന്നാലൊരു വളരെ കൂടുതലുള്ളൊരു സുഹൃത്തുമുള്ള എൻ്റെ കൂടെ ജോസ്, ഇല്ലിക്കലെ ജോസ്, അദ്ദേഹം എൻ്റെ ഒരു നല്ല സുഹൃത്തായിരുന്നു. അന്ന് മുതൽ ഇന്ന് വരെയും. നിങ്ങൾ ചെറുപ്പത്തിൽ ഒപ്പിച്ചത് ഇത്ര ജോസിൻ്റെ പേര് ഓർമ്മ ഉണ്ടാകണമെങ്കിൽ അത് ഞങ്ങൾ സ്കൂളിൽ പോകുന്ന വഴിക്ക് പല പല മാവിലേറുകയും അതുപോലെ തന്നെ ചെറിയ ചെറിയ കോമളത്തങ്ങളെല്ലാം കാണിക്കുമായിരുന്നു. അതൊരു രസമായിരുന്നു, ത്രില്ലായിരുന്നു ആ സമയത്ത്. 10ാം ക്ലാസ് പരീക്ഷ എങ്ങനെയാണ് അന്നത്തെ അവസ്ഥയിൽ എങ്ങനെ കടന്നുകൂടി? ആ പരീക്ഷയുടെയൊക്കെ ഒരു സ്വഭാവം എങ്ങനെയുണ്ടായിരുന്നു അന്ന്? പരീക്ഷ എന്ന് പറയുമ്പോൾ ഒരു പേടിയായിരുന്നു വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ. അത് പരീക്ഷയ്ക്ക് ഇരിക്കുമ്പോൾ തന്നെ അറിയാവുന്നത് തന്നെ നമുക്ക് എഴുതാൻ പറ്റാത്തൊരു സ്ഥിതിയായിരുന്നു. ആ ഒരു പേടി മനസ്സിൽ കണ്ടമാനമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പല പ്രാവശ്യം പരീക്ഷകളിൽ നല്ല രീതിയിൽ എഴുതാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു സത്യമാണ്. 10ാം ക്ലാസ് കഴിഞ്ഞു പാസ്സായി?
10ാം ക്ലാസ് പാസ്സായി. നേരിയ മുൻതൂക്കത്തിൽ നേരിയ മുൻതൂക്കത്തിൽ 210 വളരെ കഷ്ടപ്പെട്ടു. അന്നത്തെ ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ 210 ആണല്ലോ. 210. അപ്പോൾ ഈ രക്ഷപ്പെട്ട് SSLC ഫലം വന്ന ദിവസം എങ്ങനെയാണ് ഓർക്കുന്നത്? ഇന്നത്തെ പോലെ സ്പോട്ടിൽ അറിയൊന്നുമില്ലല്ലോ. ഇല്ല, അത് വീട്ടിൽ തന്നെ വളരെ പേടിച്ചായിരുന്നു ഇരുന്നത്. തോക്കാതിരുന്നാൽ മതി, എങ്ങനെയെങ്കിലും പാസ്സായി മതി എന്നുള്ള ഒരു പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മാർക്കിൻ്റെ ഒരു പ്രശ്നമേ അല്ലായിരുന്നു. തോറ്റു കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് അടി കിട്ടുമെന്നുള്ള ഉറപ്പാണ്. അതുകൊണ്ട് പരീക്ഷയിൽ ജയിക്കണമേ എന്നൊരൊറ്റ വിശ്വാസം മാത്രമേ ഉണ്ട്, പ്രാർത്ഥന ഉണ്ടായിരുന്നു. അന്ന് റിസൾട്ടൊക്കെ അറിയുന്നത് എങ്ങനെയായിരുന്നു? അന്ന് സ്കൂളുകളിൽ ലിസ്റ്റ് ഇടുമായിരുന്നു. ലിസ്റ്റ് ഇട്ട് വഴിയാണ് അറിയുന്നത്. അങ്ങനെ വേറെ മാർഗ്ഗമൊന്നുമില്ല. ഇല്ല, ഞാൻ സ്കൂളിൽ പോയിട്ട് ഞാൻ മറ്റാളെ കൊണ്ട് ആദ്യം എൻ്റെ പേര് നോക്കിച്ചു. അതിനുശേഷമാണ് ഞാൻ പോയത്. രംഗത്തെത്തുള്ളൂ. ജോസഫ്, എങ്ങനെയാണ് ഈ ബീഹാറിലേക്ക് പോകാൻ? ചെറിയ 15 വയസ്സല്ലേ ഉള്ളൂ. എൻ്റെ സിസ്റ്റർ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ സിസ്റ്റർ കോൺവെന്റിലെ സിസ്റ്റർ ആയിരുന്നു. അങ്ങോട്ടേക്ക് എന്തിനാണ് അയച്ചത്? അങ്ങനെയില്ല, അവിടെ ഒരു കോഴ്സ് ഹോളി ക്രോസ് പോളിടെക്നിക്കിൽ ഒരു കോഴ്സ് ഉണ്ടായിരുന്നു. ആ കോഴ്സ് ചേരണമെന്ന് എന്നെ. എന്തായിരുന്നു കോഴ്സ്? കോഴ്സിനകത്ത് അക്കൗണ്ടൻസി ഉണ്ടായിരുന്നു, ടൈപ്പിംഗ് ഉണ്ടായിരുന്നു, ഇംഗ്ലീഷ് ലാംഗ്വേജ്, കമ്മ്യൂണിക്കേഷൻ. ബീഹാറിൽ എങ്ങോട്ടാണ് പോകുന്നത്? ബീഹാറിൽ ഹസാരി ബാഗ് എന്ന് പറയും. പട്നയിൽ നിന്ന് ഏകദേശം ഒരു 250 കിലോമീറ്റർ. ബോർഡറല്ല, സൗത്ത് ഹസാരി ബാഗ്. അവിടെയാണ് താങ്കളുടെ പെങ്ങളുള്ളത്? അല്ല, പെങ്ങള് പാട്നയിലായിരുന്നു. അപ്പൊ ആദ്യം പെങ്ങളടുത്തേക്കാണോ പോയത്? അല്ല, എനിക്കിവിടെ അവിടെ അഡ്മിഷൻ ശരിയാക്കിയതിന് ശേഷം ഞാൻ അങ്ങോട്ട് പോയി. നേരെ അങ്ങോട്ട് കൂടെ വന്നത്? കൂടെ ഇല്ല, ഒറ്റയ്ക്ക് ട്രെയിനിൽ പോയി ചെയ്തിരുന്നു. 15 വയസ്സുള്ളപ്പോഴോ? 15-16 വയസ്സുണ്ടായിരുന്നു. എവിടുന്ന് ട്രെയിൻ കയറിയത്? ട്രെയിൻ ഇവിടുന്ന് ചെന്നൈയിലേക്ക് ട്രെയിൻ, ചെന്നൈയിൽ നിന്ന് ഡയറക്റ്റ് അങ്ങോട്ട് ട്രെയിൻ ഉണ്ടായിരുന്നു. ആ യാത്ര എങ്ങനെ ഓർക്കുന്നത്? ഈ 16 വയസ്സുകാരൻ ഈ അങ്ങാടിക്കടവ് എന്ന് പറഞ്ഞ കൊച്ചു ഗ്രാമത്തിൽ നിന്ന് ഇത്രയധികം ട്രെയിൻ സഞ്ചരിച്ചു യാത്ര എനിക്ക് ഒരിക്കലും ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടാവില്ല. ഞാൻ അതിനു മുമ്പ് പല സ്ഥലങ്ങളിലേക്കും ചെന്നൈയിലേക്കും ഒക്കെ യാത്ര ചെയ്തിട്ടുണ്ട്. സ്കൂൾ കാലഘട്ടത്തിൽ അന്ന് കൂട്ടുകാരുടെ കൂടെയും അതുപോലെ മറ്റെന്തോ ആവശ്യങ്ങൾക്കായിട്ട് ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. യാത്ര ചെയ്ത ശീലമുണ്ട്. അപ്പോൾ പ്രശ്നമില്ല. എനിക്ക് യാത്ര ഒരിക്കലും ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ലായിരുന്നു. അവിടെ പോയി ഇറങ്ങിയപ്പോൾ അന്ന് അങ്ങോട്ട് പോകാൻ എൻ്റെ കൂടെ വേറെ ആൾക്കാരുണ്ടായിരുന്നു. ഇവിടുന്ന് പോകുന്ന കുട്ടികളെല്ലാവരും വേറെ ആൾക്കാരുണ്ടായിരുന്നു. അതെന്താവശ്യത്തിന് പോകുന്നവരാ? അവരുടെ റിലേറ്റീവ്സ് ആരോ എന്തുകൊണ്ട് അവരെ കാണാൻ വേണ്ടി പോകുന്നുണ്ടായിരുന്നു. ആ കൂടെയാണ് പോകുന്നത്. അവിടെ എത്ര വർഷം പഠിച്ചു? അവിടെ 1 വർഷം ഉണ്ടായിരുന്നു. എന്നിട്ട് ആ പഠിക്കുന്ന കാലഘട്ടം എങ്ങനെ ഉണ്ടായിരുന്നു? പഠിക്കുന്ന കാലഘട്ടം വളരെ ടഫായിരുന്നു. കാരണം ഹിന്ദി അറിയില്ലായിരുന്നു, ഇംഗ്ലീഷ് അറിയില്ലായിരുന്നു. അവിടുത്തെ ലാംഗ്വേജും എല്ലാം ഇംഗ്ലീഷിൽ മാത്രമായിരുന്നു അവർ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ഫോറിൻ സിസ്റ്റേഴ്സ് നടത്തിയ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അപ്പോൾ അവർ ഇംഗ്ലീഷ് ഭാഷ കമ്പൽസറി ആക്കിയിരുന്നു അവിടെ സംസാരത്തിന്. ആരെങ്കിലും മലയാളമോ ഹിന്ദിയോ, മലയാളി കുട്ടികൾ ഒത്തിരി ഉണ്ടായിരുന്നു അവിടെ. ആരെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് പണിഷ്മെൻറ്റ് കൊടുക്കുമായിരുന്നു. അങ്ങനെ ആദ്യത്തെ വളരെ 3 മാസം ബുദ്ധിമുട്ടൊരു കാലഘട്ടമായിരുന്നു. കോഴ്സ് വളരെ ഭംഗിയായിട്ട് പോയത്. രാവിലെ 8:30 ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞാൽ വൈകിട്ട് 4 മണി വരെ ക്ലാസ് ആയിരുന്നു. അത് പുറത്തിറങ്ങാറുണ്ടോ? നാട്ടിലൊക്കെ പുറത്തിറങ്ങാറുണ്ടോ? നാടിൻ്റെ ഒരു അന്തരീക്ഷം എന്തായിരുന്നു അന്ന് ഹസാരി ബാഗ് ഒരു വളരെ ചെറിയൊരു സ്ലീപ്പി ടൗൺ ആയിരുന്നു. വളരെ കോൾ മൈൻസ് ഒക്കെ ഉള്ള സ്ഥലങ്ങളായിരുന്നു. പക്ഷേ കാലാവസ്ഥ നല്ല കാലാവസ്ഥയായിരുന്നു. മനോഹരമായൊരു സ്ഥലമായിരുന്നു. ഞങ്ങൾക്ക് ഹോസ്റ്റലും ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് ഏകദേശം ഒരു 1.5 കിലോമീറ്ററിൻ്റെ ദൂരമുണ്ടായിരുന്നു. അത് നടന്നു. കോഴ്സ് കഴിഞ്ഞിട്ട് കോഴ്സിന്റെ കാലഘട്ടത്തിൽ വേറെ ബുദ്ധിമുട്ടൊന്നും അവിടെ ഉണ്ടായിട്ടില്ല? ഇല്ല, അവിടെ ഒരു ബുദ്ധിമുട്ടുണ്ട്. കാരണം ബീഹാർ എന്നൊക്കെ പറഞ്ഞാൽ അത്രയും പ്രോബ്ലംസ് ഉള്ള ഒരു നാടായിരുന്നല്ലോ അക്കാലത്ത്. ബീഹാറിൽ ഞങ്ങളൊക്കെ അന്ന് അവിടെ ഇടയ്ക്ക് സൺഡേയൊക്കെ ഫിലിം കാണാൻ പോകുമായിരുന്നു. അപ്പോൾ ഫിലിം കാണാൻ പോകുമ്പോൾ ഒരിക്കലും ടാക്കീസിൽ നിന്ന് ടിക്കറ്റ് കിട്ടില്ല. ടിക്കറ്റ് പുറത്തുനിന്ന് ബ്ലാക്കിൽ വാങ്ങിക്കണം. അപ്പോൾ അന്ന് 2 രൂപ ടിക്കറ്റ്, 3 രൂപയ്ക്കും 4 രൂപയ്ക്കും 5 രൂപയ്ക്കും ഒക്കെ ടിക്കറ്റ് പുറത്തുനിന്ന് വാങ്ങിയിട്ടാണ് സിനിമ കണ്ടുകൊണ്ടിരുന്നത്. എല്ലാ ഞായറാഴ്ചയും ഫിലിമിന് പോകുമായിരുന്നു. ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം പിന്നെ എന്താ, എങ്ങോട്ടേക്കാണ് പോയത്? കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ശേഷം ഞാൻ ഇവിടെ നാട്ടിലേക്ക് തിരിച്ചു വന്നിട്ട് ഞാൻ ഭോപ്പാൽ ഹയർ സെക്കൻഡറി എക്സാമിനേഷന് വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്തിരുന്നു. ഇതെന്താ ഭോപ്പാൽ പിടിക്കാൻ കാരണം? ഭോപ്പാലിൽ അന്ന് ഹയർ സെക്കൻഡറിയുടെ ഒരു എക്സാമിനേഷൻ ഉണ്ടായിരുന്നു. അതായത് ഈക്വലൻ ടു പ്രീ ഡിഗ്രി. അത് അല്പം എളുപ്പമുള്ള കോഴ്സുമായിരുന്നു. അപ്പോൾ ഒത്തിരി കുട്ടികളിങ്ങനെ ഭോപ്പാലിൽ പഠിക്കുന്നുണ്ടെന്ന് അറിഞ്ഞു. അതിന് പകരം ഞാൻ കോട്ടയത്തൊരു കോളേജിൽ അവിടെ ചേർന്നിട്ട് അവിടെ ട്യൂഷൻ മറ്റു കാര്യങ്ങളൊക്കെ പഠിച്ചു. അതിനുശേഷം പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഭോപ്പാലിൽ ചെന്നത്. ഹയർ സെക്കൻഡറി പരീക്ഷ എഴുതാനാണ് ഭോപ്പാലിലേക്ക് പോകുന്നത്. എന്നിട്ടാണ് അവിടെ കൂടിയത്. പരീക്ഷ എഴുതി അവിടെ എവിടെ പോയി നിന്നിട്ടാണ് പരീക്ഷ എഴുതുന്നത്? അവിടെ ഹോട്ടലിൽ. ഞങ്ങളുടെ കോളേജ് അവിടുന്ന് ഞങ്ങളെ കുട്ടികളെ കൊണ്ടുപോയിരുന്നു. 10-30 കുട്ടികളുണ്ടായിരുന്നു. എല്ലാവരും ഇവിടെ ഹോട്ടലിൽ താമസിപ്പിച്ച് പരീക്ഷ എഴുതുമായിരുന്നു. അങ്ങനെയായിരുന്നു. ഒരു 1.5 മാസത്തോളം അവിടെ ഉണ്ടായിരുന്നു. അവിടെ താമസിച്ചു. അങ്ങനെ ഹയർ സെക്കൻഡറി പരീക്ഷ എഴുതി. അങ്ങനെ റിസൾട്ട് വന്നു. അപ്പോൾ പരീക്ഷ എഴുതിയതിന് ശേഷം
എനിക്ക് പട്നയ്ക്ക് പോകാൻ ഒരു അവസരമുണ്ടായിരുന്നു. എൻ്റെ സുഹൃത്തുണ്ടായിരുന്നു. അദ്ദേഹം അവിടെ ഒരു ഇൻ്റർവ്യൂവിന് എന്നെ വിളിച്ചിരുന്നു. ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇൻ്റർവ്യൂവിന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോകാനുള്ള എല്ലാ തയ്യാറെടുപ്പും എടുത്ത് നിൽക്കുമ്പോൾ അന്ന് ട്രെയിൻ ഉണ്ടായിരുന്നില്ല. അന്ന് പട്നയ്ക്ക് ട്രെയിൻ 2 ട്രെയിൻ മറ്റോ ആഴ്ച 2 ദിവസം മറ്റും ട്രെയിൻ ഉണ്ടായിരുന്നുള്ളൂ, ഡയറക്റ്റ് ട്രെയിൻ. അപ്പോൾ അന്ന് എനിക്ക് പോകാൻ പറ്റിയില്ല. പിന്നെ എവിടുന്ന് ഈ ഭോപ്പാലിൽ നിന്നാണോ പോകേണ്ടത്? ഭോപ്പാലിൽ നിന്നാണ് പോകേണ്ടത്. പരീക്ഷ കഴിഞ്ഞ് ഞാൻ ഒരു 3-4 ദിവസം ഭോപ്പാലിൽ ഒന്ന് കറങ്ങിയിട്ട് വേണം പട്നയ്ക്ക് പോകാൻ വേണ്ടി. അതനുസരിച്ച് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു നേരത്തെ തന്നെ. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞ് ഇൻ്റർവ്യൂവിൻ്റെ 2 ദിവസം മുമ്പ് ഞാൻ അവിടെ ചെല്ലുന്നു, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് മോസ്റ്റ് പ്രോബ്ലി പാട്നയിൽ താമസിക്കാനുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയായിരുന്നു എൻ്റെ ഇങ്ങോട്ടുള്ള വരവുമെല്ലാം. പക്ഷേ യാദൃശ്യമെന്ന് പറയട്ടെ, അന്ന് എനിക്ക് ആ ട്രെയിൻ മിസ്സായി. തിരിച്ച് ഭോപ്പാലിൽ വന്ന് ഞാൻ ഹോട്ടലിൽ വന്ന് എൻ്റെ പരിചയക്കാരൻ മലയാളി ഉണ്ടായിരുന്നു, അദ്ദേഹത്തോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞത് അറിയാമായിരുന്നു. അപ്പോൾ യാദൃശ്ചികമായിട്ടൊരു അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ വരികയും ഈ കാര്യം പറയുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ്, അല്ല അങ്ങനെ ഞാൻ നാട്ടിലേക്ക് തിരിച്ചു വരാനുള്ള അടുത്ത സ്റ്റെപ്പ് നാട്ടിലേക്ക് തിരിച്ചു വരാനിരിക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ്, പോകണ്ട, ഒരു കാര്യം ചെയ്യുക, എൻ്റെ സുഹൃത്തിൻ്റെ കമ്പനിയിലൊരു വേക്കൻസി ഉണ്ട്, അവരാൾക്കാരെ നോക്കിയിരിക്കുകയാണ്, അവർക്ക് വളരെ അത്യാവശ്യമാണ്, നിങ്ങളേതായാലും വന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്ന് പറഞ്ഞ് അദ്ദേഹം എനിക്കൊരു കുറിപ്പ് തന്നു. അതിന് പ്രകാരം പിറ്റേ ദിവസം ഞാൻ അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ ചോദിച്ച് അവർ പറഞ്ഞ്, എപ്പോൾ ജോയിൻ ചെയ്യാൻ പറ്റും? ഞാൻ പറഞ്ഞു, എപ്പോൾ വേണമെങ്കിലും ജോയിൻ ചെയ്യാം, എന്നാൽ പിന്നെ ഇന്ന് തന്നെ ജോയിൻ ചെയ്യുക എന്ന് പറഞ്ഞു. അങ്ങനെ ജോയിൻ ചെയ്തു. അതായിരുന്നു തുടക്കം. എന്തിനും എനിക്ക് അവിടെ നിൽക്കണമെന്ന് താല്പര്യമില്ലായിരുന്നു എനിക്ക്. ഇതൊരു ടൈം പാസിന് വേണ്ടി കുറച്ച് ദിവസം ഭോപ്പാലിൽ നിന്നിട്ട് തിരിച്ച് നാട്ടിലേക്ക് വരിക. ഒരിക്കലും ഭോപ്പാലിൽ നിൽക്കണമെന്ന് ഒരിക്കലും ഓർത്തിട്ട് പോലുമില്ല. അങ്ങനെ ഒരു കാരണം ഭോപ്പാൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ആരും പരിചയക്കാരും ഇല്ല. നമ്മളൊരു ഒറ്റയ്ക്ക് ഒരു നാട്ടിൽ ചെന്ന് താമസിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമില്ല. തിരിച്ച് നാട്ടിലേക്ക് വരിക അല്ലെങ്കിൽ ഹയർ സ്റ്റഡീസിന് പോവുക എന്നുള്ളൊരു ഉദ്ദേശത്തോടെയായിരുന്നു. പക്ഷേ ആ കമ്പനിയിൽ അവിടെ ജോയിൻ ചെയ്തു. ഒരാഴ്ച ജോലി ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് കുഴപ്പമില്ലെന്ന് തോന്നി. അവരുമായിട്ട് നല്ലൊരു സൗഹൃദത്തിലായി. അപ്പോൾ അവർക്കും ഇംഗ്ലീഷും ഹിന്ദിയൊക്കെ അറിയുന്ന ആൾക്കാരെ ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവിടെ ആ കമ്പനിയിൽ കുറച്ച് നാൾ ജോലി ചെയ്തു. അതിനുശേഷം മറ്റൊരു കമ്പനിയിലേക്ക്. അത് സൂര്യ അഗ്രോയിൽസ് എന്ന് പറഞ്ഞ സോയാബീൻ എക്സ്ട്രാക്ഷൻ കമ്പനിയായിരുന്നു. സൂര്യ അഗ്രോയിൽസ്. അവിടെയാണ് ജോലി. അവിടെ ഒരു 8 മാസത്തോളം 9 മാസത്തോളം ജോലി ചെയ്തു. പിന്നെ എന്ത് സംഭവിച്ചു? അതിനുശേഷം വേറൊരു കമ്പനിയിലേക്ക്, എനിക്ക് നല്ലൊരു കമ്പനിയിലേക്ക് ഒരു ഓഫർ കിട്ടിയായിരുന്നു. പിന്നെ ആ കമ്പനിയിലേക്ക് ഞാൻ ജോയിൻ ചെയ്തു. അത് എഞ്ചിനീയറിംഗ് കമ്പനിയായിരുന്നു, ജ്യോതി ലിമിറ്റഡ്. അതിനകത്തേക്ക് മാറി. നല്ല കമ്പനിയായിരുന്നു. അവിടെ ഒരു 2 വർഷം അവിടെ ജോലി ചെയ്തു. ഈ ഭോപ്പാൽ ദുരന്തം ഉണ്ടാകുന്ന കാലഘട്ടം ശരിക്കും എപ്പോഴാണ്? ഭോപ്പാൽ കാലം ഉണ്ടാകുന്ന സമയം എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ ഉള്ള സമയത്ത്. എവിടെയാണ് ജോലി ചെയ്തിരുന്നത്? ഞാൻ ഈ സൂര്യ അഗ്രോയിൽസിലായിരുന്നു ജോലി ചെയ്തത്. എന്താണ് ആ ദുരന്തം നിങ്ങളുടെ ഓർമ്മയിൽ എങ്ങനെയാണ്? ആക്ച്വലി രാത്രിയിൽ ഏകദേശം ഒരു 3 മണിയായപ്പോൾ ഞങ്ങളുടെ അടുത്തുള്ളവരൊക്കെ വന്ന് ഇങ്ങനെ ഞങ്ങളെ വിളിച്ചെണീപ്പിച്ചു. എന്തോ സംഭവിക്കുന്നു എന്താണെന്നൊരു കൃത്യമായൊരു ആശയം ആർക്കും അറിയില്ലായിരുന്നു. എല്ലാവരും വീടിന് പുറത്തിറങ്ങി നിൽക്കുന്നു. അപ്പോൾ കാണാൻ റോഡിൽ കൂടെ ജനങ്ങളിങ്ങനെ വണ്ടികളിലും മറ്റു ഇതിലും റിക്ഷകളിലുമൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നീട് ഒരു രാവിലെ പിന്നെ ഉറങ്ങിയില്ല, ഞങ്ങളെല്ലാവരും തന്നെ അവിടെ വീടിനകത്ത് അങ്ങനെ വാതിലടച്ചിരുന്നു. പിറ്റേ ദിവസം രാവിലെ ഒരു 6 മണിയായപ്പോഴത്തേക്കും ഞങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ അടുത്തേക്ക് കുറച്ച് പേര് ആൾക്കാരെത്തുകയും ഈ വന്നവരിൽ തന്നെ 1-2 പേർ അവിടെ മരിക്കുകയും ചെയ്തു. അപ്പോഴാണ് ഞങ്ങൾക്ക് ഇതിൻ്റെ ഒരു സ്ഥിതിഗതികൾ ഇത്രയും സീരിയസ് ആണെന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി. ഞങ്ങളുടെ കുറച്ച് അടുത്തുള്ള വീട്ടിലേക്ക് അവിടെ നിന്ന് കരച്ചിൽ കേട്ടപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ അറിഞ്ഞ് ഇവരിവിടെ വന്നിരുന്നു. രാവിലെ സംഭവ സ്ഥലത്ത് വന്ന ആൾക്കാർ അത് മരിച്ചു വന്നു. അതിനുശേഷം രാവിലെ ഒരു 9:30 ഓഫീസിലേക്ക് വന്നു. ഓഫീസിൽ വന്നപ്പോഴും ആൾക്കാർക്ക് ഒരു വ്യക്തമായ അറിവില്ലായിരുന്നു എന്താണ് സംഭവിച്ചത്. ഗ്യാസ് ലീക്ക് ഉണ്ടായി എന്നുള്ളത് കൂടുതൽ മറ്റൊന്നും അറിയില്ലായിരുന്നു. ഏകദേശം ഒരു 12 മണിയോടുകൂടി വീണ്ടും ഒരു ഇത് വരുന്നു, രണ്ടാമത് വീണ്ടും ഗ്യാസ് ദുരിതം ഉണ്ടായി, എല്ലാവരും മാറണമെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ നോക്കിയപ്പോൾ റോഡുകളിൽ കൂടെ ഭയങ്കര തിക്കും തിരക്കുമായിട്ട് ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായിരുന്നു ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ ഉണ്ട്. പിന്നീട് അതിനെക്കുറിച്ച് പിറ്റേ ദിവസം പേപ്പറുകളിൽ വന്നപ്പോൾ ആണ് കൂടുതൽ അങ്ങനെ ഞങ്ങൾ മാറേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല. ഞങ്ങൾ കുറേ ദൂരെയാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അവിടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാം അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ ആ ഗ്യാസ്
വാതകം കാറ്റിൻ്റെ ദിശയിൽ ഏത് ദിശയിലേക്ക് പോയിക്കൊണ്ടിരുന്നോ ആ ഭാഗത്തുള്ള ആൾക്കാരാണ് നിങ്ങളുടെ ദിശയിലേക്ക് കാറ്റ് വന്നില്ല, അധികം വന്നില്ല. അതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടു. ജോസഫ് അപ്പോൾ അങ്ങനെ അവിടെ ജോലി ചെയ്ത് ഇങ്ങനെ തുടങ്ങി. എന്നിട്ട് അടുത്ത സ്റ്റെപ്പ് എന്തായിരുന്നു? അടുത്ത സ്റ്റെപ്പ് ഏകദേശം 2 വർഷം കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് മറ്റൊരു കമ്പനിയിലേക്ക് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര എന്ന കമ്പനിയിലേക്ക് ജോലി മാറ്റം കിട്ടി. അവിടെയും ഏകദേശം 3 വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് 2 സ്ഥലത്തുനിന്ന് ജോലിയുടെ ഓഫറുകൾ കിട്ടി. ഒന്ന് യൂണിസെഫിലും കിട്ടി, അതോടൊപ്പം തന്നെ ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷനിലും കിട്ടി. ഇപ്പോൾ ഈ 2 കമ്പനിയിൽ ജോലി ഒരുമിച്ച് കിട്ടിയപ്പോൾ വളരെ ഒരു ബുദ്ധിമുട്ടുള്ള സമയമായിരുന്നു ഏത് തിരഞ്ഞെടുക്കണമെന്നുള്ളത്. കാരണം യൂണിസെഫിലെ സാലറി ഏകദേശം ഇരട്ടി സാലറി ആയിരുന്നു. എവിടെയാണ് അതിൻ്റെ ആസ്ഥാനം? ഭോപ്പാലിൽ തന്നെ. ഭോപ്പാൽ. അവരെന്നോട് ജോയിൻ ചെയ്യാൻ പറഞ്ഞു. ഞാനങ്ങനെ എന്ത് വേണം തീരുമാനിച്ചില്ലായിരുന്നു. കാരണം യൂണിസെഫിൻ്റെ ചില ഇൻ്റർനാഷണൽ മൂവ്മെൻറ്റ്സുകളിൽ ഒരു ചെറിയൊരു സംശയം എനിക്കുണ്ടായിരുന്നു. കാരണം ഇവർക്ക് ഒരുപക്ഷെ ഇന്ത്യയിൽ നിന്ന് നാളെ മാറേണ്ടി വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. ആ ഒരു കാരണങ്ങളാൽ ഞാൻ ജോയിൻ ചെയ്യാൻ പഠിച്ചിരുന്നു. അല്ലെങ്കിൽ വളരെ അട്രാക്റ്റീവായിട്ടുള്ളൊരു സാലറി ആയിരുന്നു. ഏകദേശം 6000 രൂപ അന്നത്തെ സമയത്ത് സാലറി ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ എനിക്ക് ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിൻ്റെ മെഡിക്കൽ ക്ലിയറൻസ് ആക്കിയായിരുന്നു. അവിടുന്ന് ജോബ് ഓഫർ വരും എന്നുള്ളത് ഏകദേശം 100% ഉറപ്പായിരുന്നു. അങ്ങനെ ഞാനിവിടെ തന്നെ ജോയിൻ ചെയ്യാൻ ചെയ്തു. അവരെന്നെ യൂണിസെഫിലെ അവിടുത്തെ റീജിയണൽ മാനേജറിനെ വിളിച്ച് വളരെ സ്നേഹമായിട്ട് പറഞ്ഞു, നിങ്ങളൊരു പക്ഷേ ആദ്യത്തെ വ്യക്തിയായിരിക്കും യൂണിസെഫിൽ ജോലി കിട്ടിയിട്ട് വേണ്ട എന്ന് പറയുന്നത്. അതെന്തുകൊണ്ടാണെന്ന് അറിയാനുള്ളൊരു കൗതുകം കൊണ്ടാണ് ഞാൻ നിങ്ങളെ വിളിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇങ്ങനെയാണ് എനിക്ക് മറ്റൊരു ഓഫർ വരുന്നിട്ടുണ്ട്, അപ്പോൾ അതാണ് എനിക്ക് കുറച്ചും കൂടെ മെച്ചമായിട്ട് തോന്നുന്നത് എന്ന് പറഞ്ഞു. അദ്ദേഹം ഒത്തിരി പെർസ്വേഡ് ചെയ്തു, ഇങ്ങനെ ഇതിൽ ജോയിൻ ചെയ്തു. കാരണം നിങ്ങൾക്ക് ഇവിടെ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലേക്കും വേൾഡിൻ്റെ പല ഭാഗങ്ങളിലേക്ക് നിങ്ങൾക്ക് ജോലി സംബന്ധമായി പോകാൻ പറ്റും. എന്തുകൊണ്ടാണ് അത് തിരഞ്ഞെടുക്കാതിരുന്നത്? ഭോപ്പാലിനെ നിങ്ങൾ അത്രയും ഇഷ്ടപ്പെട്ടു പോയോ അപ്പോഴത്തേക്കും? അതുകൊണ്ടല്ല, എനിക്ക് ഒരു ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു. കാരണം ആ സമയങ്ങളിൽ രാഷ്ട്രീയം ഒരു ഇതുപോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിന് കെയർ, യൂണിസെഫ് ഇങ്ങനെയുള്ളവരോട് വളരെ ഒരു ഫ്രണ്ട്ലി ഡീലിംഗ് അല്ലായിരുന്നു ആ സമയത്തുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, ഒരുപക്ഷെ നാളെ ഇതെല്ലാം അവർ വൈൻഡപ്പ് ചെയ്ത് മറ്റു സ്ഥലങ്ങളിലേക്ക് പോവുക എന്നുള്ളത്, ജോലി നഷ്ടപ്പെടാനുള്ള സാധ്യത, അതൊരു ചെറിയ സാധ്യത ഉണ്ടായിരുന്നു. പക്ഷേ അവരന്നേരം വളരെ കൃത്യമായിട്ട് എന്നോട് പറഞ്ഞിട്ട്, ഞാൻ ഈ ആശങ്ക അവരുടെ മുമ്പിൽ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ് ഒരിക്കലുമില്ല, ഞങ്ങളുടെ എംപ്ലോയീസിനെ ഞങ്ങൾ ഒരിക്കലും അങ്ങനെ വിടാറില്ല, ഞങ്ങൾ മറ്റു സ്ഥലങ്ങളിലേക്ക് അവരെ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ മറ്റ് കൺട്രീസിലേക്ക് അവരെ ട്രാൻസ്ഫർ ചെയ്ത് കൊണ്ടുപോകാനും പതിവുള്ളത്, വളരെ അപൂർവമായിട്ട് മാത്രമേ ഇങ്ങനെ ചെയ്യാറുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ അദ്ദേഹം വേറൊരു കൺസേൺ പറഞ്ഞ്, ഇത് 2ാമത്തെ ഇൻ്റർവ്യൂ ആണ് നിങ്ങൾ സെലക്ട് ആകുന്നത്. ആദ്യത്തെ ഇൻ്റർവ്യൂവിൽ ഞങ്ങൾക്ക് ആർക്ക് കിട്ടിയില്ല, 2ാമത്തെ ഇൻ്റർവ്യൂവിൽ നിങ്ങൾ സെലക്റ്റായി, ഇപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്തില്ലെങ്കിൽ എനിക്കിത് വലിയൊരു ബുദ്ധിമുട്ടാവും ഇവിടെ. പക്ഷേ അദ്ദേഹത്തിൻ്റെയോട് ഞാൻ പറഞ്ഞു, എനിക്ക് ഇതുപോലെ വേറൊരു ഓഫർ വന്നിട്ടുണ്ട് ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷനിൽ. അങ്ങനെ അതിനകത്ത് ചേർന്നു. അങ്ങനെ എത്ര വർഷം ഏറ്റുണ്ട്. പിന്നീടുള്ള ജീവിതകാലം മുഴുവൻ ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിൻ്റെ ആയിരുന്നു. ഏകദേശം 34 വർഷം. 34 വർഷം. എപ്പോഴാണ് നിങ്ങൾ ഒരു മലയാളി അവിടെ പോയി ഒറ്റക്ക് ഹോട്ടലിലൊക്കെയാണോ അന്നേരം ജീവിതം? എവിടെയാണ് അപ്പോൾ വീടൊക്കെ എടുത്തു? അന്നേരത്തേക്ക് വീടെടുത്തിരുന്നു. ഈ പൊതുപ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങാനുള്ള ഒരു സാഹചര്യം എങ്ങനെയാണ് വരുന്നത്? പൊതുപ്രവർത്തനം ജോലി ചെയ്ത് റിട്ടയർ ചെയ്ത് നാട്ടിലേക്ക് പോരാലോ. അങ്ങനെയല്ല, നിങ്ങൾ ആ നാടിന്റെ ഭാഗമായി മാറി. എങ്ങനെ, എപ്പോഴാണ് അങ്ങനെ തോന്നലുണ്ടായത്? ഈ സമയങ്ങളിൽ ഭോപ്പാലുമായിട്ട് എന്തോ ഒരു വലിയൊരു ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞു. എന്തുകൊണ്ട് നിങ്ങൾ ഭോപ്പാലിനെ ഇഷ്ടപ്പെട്ടു? അവിടുത്തെയുള്ള സുഹൃത വലയങ്ങളും അന്ന് മലയാളികളോടും അതുപോലെ തന്നെ മറ്റുള്ള ആൾക്കാരോടും അവിടുത്തെ സാഹചര്യങ്ങളും വലിയ കുഴപ്പമില്ലാത്തൊരു സാഹചര്യമായിരുന്നു. ജീവിക്കാൻ പറ്റിയൊരു സാഹചര്യമാണെന്ന് തോന്നി. അതുകൊണ്ട് ഭോപ്പാലിലെ കാലാവസ്ഥയും വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല. അങ്ങനെ ഭോപ്പാലൊരു നല്ല പ്രദേശമാണ്, ഇവിടെ ജീവിക്കണമെന്ന് തോന്നി. അതിന് പ്രകാരം അവിടെ തന്നെ ജീവിക്കാൻ തീരുമാനിച്ചു. ആദ്യമായിട്ട് പൊതുപ്രവർത്തന മേഖലയിൽ ആദ്യമായി ബന്ധപ്പെടുന്ന ഏത് മേഖലയിലാണ്? ഞാൻ ആക്ച്വലി യുണൈറ്റഡ് മലയാളി അസോസിയേഷൻ, അന്ന് ഭോപ്പാലിൽ 2 പ്രമുഖ മലയാളി അസോസിയേഷൻസ് ഉണ്ടായിരുന്നു. അതിലൊന്നായിരുന്നു യുണൈറ്റഡ് മലയാളി അസോസിയേഷൻ, മറ്റത് ഭോപ്പാൽ മലയാളി അസോസിയേഷൻ. യുണൈറ്റഡിൽ നിങ്ങൾ ചേർന്നു. യുണൈറ്റഡിൽ മലയാളികൾ ഇത്രയധികം വരാനുള്ള ഒരു കാരണം എന്താ? ഏത് മേഖലയാണ്? മലയാളികൾ ഭോപ്പാലിൽ കൂടുതൽ വരാൻ കാരണം ഇവിടെ ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ലിമിറ്റഡ് ഉണ്ടായിരുന്നു. ആ കാലങ്ങളിൽ കേരളത്തിൽ നിന്ന് വളരെയധികം ആൾക്കാരെ അങ്ങോട്ട് കൊണ്ടുപോവുകയും അവിടെ ജോലി അവിടെ കൊടുക്കുകയും ചെയ്തിരുന്നു. ആ സ്ഥാപനം വന്നതോടെയാണ് ഭോപ്പാലിൽ മലയാളികളുടെ ഇത്രയും ഒരു ഭോപ്പാലിൽ ഏകദേശം ആ സമയം കൃത്യമായിട്ട് അറിയില്ലെങ്കിൽ ഏകദേശം ഒരു 50,000-ൽ കൂടുതൽ മലയാളീസ്. ഇല്ല, ഇപ്പോൾ ആൾക്കാർ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഈ പറയുന്ന സംഘടന ആരാ രൂപീകരിച്ചത് അവിടെ? യുണൈറ്റഡ് മലയാളി അസോസിയേഷൻ. ഭോപ്പാലിനെ കുറിച്ച്
സന്മനസ്സുള്ള മലയാളികൾ എന്ന് പറയാം. കാരണം മലയാളികളുടെ ഒരു കൂട്ടായ്മ ഇല്ലായിരുന്നു. അതുകൊണ്ട് മലയാളികൾ പല ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നുണ്ടായിരുന്നു. പലർക്കും ആക്സിഡൻ്റ് ഉണ്ടാകുന്നു, രോഗങ്ങൾ ഉണ്ടാകുന്നു, പൈസയില്ലാതെ ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ടാകുന്നു. നിങ്ങൾ അതിൻ്റെ ഭാഗമായി മാറിയിട്ട് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ്? നിങ്ങൾ അതിനകത്ത് ആദ്യം അംഗമായി? ഞാൻ അംഗമായതിനു ശേഷം ചെറിയ എക്സിക്യൂട്ടീവ് മെമ്പറായി. അതിനുശേഷം പിന്നെ ഓരോരോ പോസ്റ്റുകളിൽ ഏതൊക്കെ പോസ്റ്റിലേക്കാണ് പിന്നെ കടന്നു വന്നത്? എല്ലാ പോസ്റ്റിലും തന്നെ ഇരുന്ന് പറയാം. ഇപ്പോൾ എത്ര കാലമായി എൻ്റെ പ്രസിഡന്റ് പദവിയിലിരിക്കുന്നു? പ്രസിഡന്റായിട്ട് ഞാനിപ്പോൾ 6 വർഷമായി. 6 വർഷം. അതിനു മുമ്പ് ഞാൻ ജനറൽ സെക്രട്ടറി ആയിട്ട് ഏകദേശം ഒരു 14 വർഷം ഉണ്ട്. 14 വർഷം ജനറൽ സെക്രട്ടറി ആയിട്ടുണ്ടായിരുന്നു. 6 വർഷമായിട്ട് പ്രസിഡന്റ് ആയിരുന്നു. അപ്പോൾ വളരെ സജീവമാണ്. എന്തൊക്കെയാണ് നിങ്ങളുടെ സംഘടനയുടെ അവിടുത്തെ ആക്ടിവിറ്റീസ്? എന്തൊക്കെയാണ് സംഘടന? സാധാരണ മലയാളി സംഘടനകൾ ചെയ്യുന്ന മലയാളികൾക്ക് വേണ്ടിയുള്ള പൊതുപ്രവർത്തനങ്ങളെല്ലാം തന്നെ ചെയ്യുന്നുണ്ട്. കലാ സാംസ്കാരിക സാഹിത്യ രംഗങ്ങളിൽ മലയാളികളുടെ ഒരു കൂട്ടായ്മ, നമ്മുടെ കലാ സംസ്കൃതം പൈതൃകം അതെല്ലാം അടുത്ത നമ്മുടെ തലമുറയിലേക്ക് പകർന്നു കൊടുക്കാൻ ഒരു ശ്രമം. കൂടാതെ നമ്മുടെ എല്ലാ ആഘോഷങ്ങളും ഒന്നിച്ച് ആഘോഷിക്കുക. ഓണം, ക്രിസ്മസ്, പെരുന്നാൾ, എല്ലാ ആഘോഷങ്ങളും ഞങ്ങൾ ആഘോഷിക്കാറുണ്ട്. വനിതാ ദിനം, കേരള ഫോർമേഷൻ ഡേ, ഇത്തരത്തിലുള്ള ആഘോഷങ്ങളെല്ലാം ഒന്നിച്ച് ആഘോഷിക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട ടാസ്ക് ഇപ്പം കോവിഡൊക്കെ വന്നല്ലോ, കോവിഡ് കാലം കടന്നുപോയി, ഒത്തിരി പ്രതിസന്ധികളിലൂടെ നാട് കടന്നുപോയി. ഈ പ്രതിസന്ധി കാലഘട്ടത്തിൽ നിങ്ങൾ നടത്തിയ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? വേറെ ആരും ഇല്ലല്ലോ, നിങ്ങൾ മലയാളികളെല്ലാം എല്ലാവരും ഒറ്റപ്പെട്ട കാലമായിരുന്നല്ലോ അത്. യെസ്, കോവിഡ് കാലം ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു കാലമായിരുന്നു. കാരണം അന്ന് ബന്ധുക്കൾ പോലും ആൾക്കാരെ സഹായിക്കാത്തൊരു കാലഘട്ടമായിരുന്നു. പക്ഷേ ഞങ്ങളുടെ സംഘടന ഇതുണ്ടായ ഉടനെ തന്നെ ഇതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കിയപ്പോൾ തന്നെ ഒരു എമർജൻസി സെൽ രൂപീകരിച്ച് ഭോപ്പാലിൻ്റെ പല ഭാഗത്തും ആൾക്കാരെ ഏർപ്പാട് ചെയ്ത് ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർക്ക് ഞങ്ങളുമായിട്ട് ബന്ധപ്പെടാം, അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നതായിരിക്കും. അങ്ങനെ ഹോസ്പിറ്റൽ അഡ്മിഷൻ, മെഡിസിൻ, വീട്ടിൽ ആഹാരം, അതുപോലെ ആംബുലൻസ്, അങ്ങനെ പല പല കാര്യങ്ങൾ, ഈവൻ മരിച്ചവരുടെ അന്തിമ സംസ്കാരത്തിനുള്ള ഏർപ്പാടുകൾ ചെയ്യുക, ഇതെല്ലാം സംഘടനകളുടെ ത്രൂ ആണ് ചെയ്തുകൊണ്ടിരുന്നത്. അത് കൂടാണ്ട് തന്നെ യുണൈറ്റഡ് മലയാളി അസോസിയേഷൻ്റെ മൊബൈൽ മോർച്ചറി ഉണ്ട്. ആ മൊബൈൽ മോർച്ചറിയുടെ ഏറ്റവും കൂടുതൽ ഉപയോഗം വന്ന ഒരു സമയമായിരുന്നു അത്. കോവിഡ് അല്ലാതെ മരിക്കുന്ന ആൾക്കാർക്ക് അവർക്ക് ബോഡി ഒരു ദിവസം വെക്കാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അവരുടെ എല്ലായിടത്തും ഈ മൊബൈൽ മോർച്ചറി എത്തിക്കുമായിരുന്നു. അത് എത്തിക്കുക എന്നുള്ള ഒരു വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം അത് കൊണ്ടുപോകുന്നൊരു സാധാരണ പിക്കപ്പ് വാനിലാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ പോലീസുകാർ അത് വണ്ടി തടയും, അവർ കൊണ്ടുപോകാൻ അനുവദിക്കില്ല. അവർക്കറിയില്ല ഇതെന്താ കാര്യം, എന്തിനാ കൊണ്ടുപോകണമെന്ന് അറിയില്ല. പലപ്പോഴും അവരുമായിട്ടും സംസാരിച്ച് ഇങ്ങനെ ഇത് അനുമതി വാങ്ങിച്ച്, ഹയർ അതോറിറ്റിയിൽ നിന്ന് അനുമതി വാങ്ങിച്ച് ഇത് എത്തിക്കാനുള്ള, രാത്രിക്കും പകലും അവരവരുടെ വീടുകളിൽ എത്തിക്കാനുള്ളൊരു ശ്രമം നടത്തിയിരുന്നു. അതുപോലെ പല ആൾക്കാർക്ക് അവരുടെ വീടുകളിലുണ്ടാകുന്ന ബുദ്ധിമുട്ട്, മരുന്ന്, അതായത് ഭാര്യയും ഭർത്താവും രോഗമായി കിടക്കുന്നു, ആരും മരുന്ന് കൊണ്ട് കൊടുക്കാനില്ല. അങ്ങനെയുള്ളവർക്കെല്ലാം ഞങ്ങൾ ഓരോരോ ആൾക്കാരെ ഓരോരോ ഏരിയയിലാക്കി ഏർപ്പാട് ചെയ്ത് അവർക്ക് മരുന്ന് എത്തിച്ചു. അതുപോലെ തന്നെ ഭക്ഷണത്തിന് പല സ്ഥലങ്ങളിൽ നിന്ന് ഏർപ്പാട് ചെയ്ത് അവർക്ക് വീട്ടിൽ ടിഫിൻ എത്തിച്ചെടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു. പിന്നെ അതോടുകൂടാണ്ട് തന്നെ അവിടെ പബ്ലിക്കായിട്ട് ഞങ്ങളിവിടെ ഒരു ബേരഗഡ് അമ്പലത്തിൽ എല്ലാ ദിവസവും ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അത് എല്ലാവർക്കും, ആവശ്യക്കാർക്ക് എല്ലാവർക്കും കൊടുക്കുന്ന ഒരു അറിയുന്ന പരിചയക്കാരൊക്കെ ഒത്തിരി ആൾക്കാർ മരണം അവിടെ തന്നെ സംസ്കരിച്ചു. ബോഡി കോവിഡായിട്ട് മരിക്കുന്നവരുടെ ബോഡിയെല്ലാം ഗവൺമെൻറ് തരത്തിലാണ് അവർ സംസ്കരിക്കുന്നത്. അത് അവരുടെ തന്നെ ആൾക്കാർ കൊണ്ടുപോകുന്നു. വല്ലാത്ത പ്രതിസന്ധിയായിരുന്നു. ഓർമ്മകൾ എന്താണ് കോവിഡ്? ഭയങ്കര ഓർമ്മകളാണ്. എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ഓർമ്മ എനിക്ക് ഉള്ളത്, ഒരു പേഷ്യൻറ്റിനെ ഹസ്ബൻഡിന് അവിടുന്ന് ഭോപ്പാലിൽ നിന്ന് അവർ പറഞ്ഞ്, നിങ്ങൾ കോവിഡ് അല്ലായിരുന്നു അദ്ദേഹത്തിന് വളരെ സീവറായിട്ടുള്ള ശ്വാസകോശമായ സംബന്ധമായ രോഗമായിരുന്നു. ഹോസ്പിറ്റലുകാർ പറയും, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവരെ കേരളത്തിൽ എത്തിക്കുക, ഇവിടെ ഭോപ്പാലിൽ ഇതിന് ട്രീറ്റ്മെൻറ്റ് കിട്ടുമെന്ന ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ എത്തിക്കുക എന്നുള്ളൊരു വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. ആംബുലൻസ് ഒരിക്കലും അവിടുന്ന് വരാൻ തയ്യാറല്ല ഇത്രയും ദൂരം. കാരണം ആംബുലൻസിന് അവിടെ തന്നെ ഇത്രയും തിരക്കുള്ളതുകൊണ്ട് അവർ മറ്റു സ്ഥലങ്ങളിലേക്ക് വരില്ല. അവർ 3 ലക്ഷം 3.5 ലക്ഷം രൂപയൊക്കെയാണ് ചോദിച്ചുകൊണ്ടിരുന്നത് ഒരു ആംബുലൻസ്, വെന്റിലേറ്റർ സപ്പോർട്ടഡ് ആംബുലൻസ്. അങ്ങനെ അത് നമ്മുടെ സസ്തയെ അവർ കോണ്ടാക്ട് ചെയ്തു. വളരെ ബുദ്ധിമുട്ടിയ ഒരു ആംബുലൻസുകാരനെ ഞാൻ അറേഞ്ച് ചെയ്തു 1.5 ലക്ഷം രൂപയ്ക്ക്. 1.5 ലക്ഷം രൂപയ്ക്ക് എറണാകുളം ബോഡി അല്ല, പേഷ്യൻറ്റിനെ രോഗാവസ്ഥയിൽ കൊണ്ടുവരിക.
കൊണ്ടുവന്ന് ഇവിടെ ലേക്ക് ഷോർ ഹോസ്പിറ്റലിൽ എറണാകുളത്ത് എത്തിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഉദ്ദേശം. അദ്ദേഹത്തിൻ്റെ ഭാര്യയും അതുപോലെ ഞാൻ മെഡിക്കൽ എയ്ഡിന് വേണ്ടി 2 പേരെയും കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. വഴിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവർ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി. അങ്ങനെ അവരോടൊന്ന് പുറപ്പെട്ടു. കോവിഡിൻ്റെ നിൽ സർട്ടിഫിക്കറ്റും കൊണ്ടൊക്കെയാണ് വന്നിരുന്നത്. പക്ഷേ വരുന്ന വഴിയിൽ ഇവർ തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായി. ആംബുലൻസ് ഡ്രൈവറും പേഷ്യൻ്റെ ബന്ധുക്കളും അതുപോലെ തന്നെ വന്നിരുന്നവൾ അങ്ങോട്ടും ഇങ്ങോട്ടും പല പല പ്രശ്നങ്ങളായി. അവരവിടുന്ന് എനിക്ക് ഫോൺ ചെയ്യാൻ തുടങ്ങി, ഞങ്ങളിനി മുന്നോട്ട് പോകാൻ തയ്യാറല്ല, ഇങ്ങനെയാണ് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് പല ബുദ്ധിമുട്ടുകളായി. അവർ ആംബുലൻസ് നിർത്തുമ്പോൾ വീട്ടുകാർ സമ്മതിക്കുന്നില്ല. അവർ പറഞ്ഞു നിങ്ങൾ നിർത്താതെ വണ്ടി ഓടിച്ചു പോവുക, ഞങ്ങൾക്ക് ഇവിടെ എത്രയും പെട്ടെന്ന് എത്തണം. പക്ഷെ അവർ ഡ്രൈവർ പറയുന്നത് ഇത് ചൂട് കാലമാണ്, വണ്ടിക്ക് അല്പം റെസ്റ്റ് കൊടുക്കണം, ഞങ്ങൾക്ക് റെസ്റ്റ് വേണം. ഈ ചൂടത്ത് ഒരു ടയർ കിലോമീറ്റർ മൊത്തമുണ്ട് 2000 കിലോമീറ്റർ. ഇത്രയും ദൂരം റെസ്റ്റ് എടുക്കാണ്ട് ഞങ്ങൾക്ക് ഓടിക്കാൻ കഴിയില്ല, ഞങ്ങൾ 2 പേരേ ഉള്ളൂ, രാത്രിയും പകൽ ഓടിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് കുളിക്കാൻ 40 മണിക്കൂർ എടുക്കുന്നതാണ്. പക്ഷേ ചൂടുകാലമായതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടായിരുന്നു. അതോടൊപ്പം തന്നെ അവർക്ക് അഭിമുഖീകരിച്ച മറ്റൊരു ബുദ്ധിമുട്ട്, അവർ ഒരു കടകളിൽ നിന്ന് അവർക്ക് ഭക്ഷണം കൊടുക്കില്ല, ഹോട്ടലിൻ്റെ അടുത്തേക്ക് അവരെ അടുപ്പിക്കില്ല. ആംബുലൻസിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അവർ ദൂരെ എടുക്കുന്നുണ്ടെങ്കിൽ കൊടുക്കുമായിരുന്നു, അവർ ഹോട്ടലിലേക്ക് അവർ സമ്മതിപ്പിക്കില്ല വരാൻ വേണ്ടി. അവർക്ക് പേടിയായിരുന്നു, ഇവർ കോവിഡ് പേഷ്യൻറ്റെ കൊണ്ടാണ് വരുന്നത് പറഞ്ഞിട്ട് അവർ ഹോട്ടലിൽ നിന്ന് ഒരു ചായ ഭക്ഷണം അവർക്ക് കൊടുക്കില്ല, അവർ ദൂരെ കൊണ്ടു പോകുമായിരുന്നു. അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളായിരുന്നു. പക്ഷേ ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെ മൂത്ത് ഞാൻ ആകപ്പാടെ ഉറങ്ങാത്ത രാത്രി എനിക്ക്. കാരണം എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവർ ആംബുലൻസിൻ്റെ ഓണർക്ക് കംപ്ലയിൻറ്റ് ചെയ്യുന്നു. ഓണർ എന്നെ വിളിച്ച് പറയുന്നു നിങ്ങളുടെ റിക്വസ്റ്റ് കൊണ്ടല്ലേ ഞാൻ വിട്ട, ഇത്രയൊക്കെ പ്രശ്നങ്ങൾ എനിക്കുണ്ടാകുന്നു, അത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് പല ബുദ്ധിമുട്ടുകൾ. ഏതായാലും ഒരു കേരളത്തിലെത്തി അവർ അന്നേരം തന്നെ പേഷ്യൻ്റ് അഡ്മിറ്റ് ചെയ്ത് തിരിച്ചു പോകാൻ പോവാണ്. അപ്പോൾ ഹോസ്പിറ്റലുകാർ പറഞ്ഞു നിങ്ങൾ കോവിഡ് ടെസ്റ്റിൻ്റെ സർട്ടിഫിക്കറ്റ് കൊണ്ടുവരും, ഇവിടെ വന്നിട്ട് ടെസ്റ്റ് ചെയ്ത് സർട്ടിഫിക്കറ്റ് കൊണ്ടുവരാം, അല്ലാണ്ട് അവർ എടുക്കില്ലെന്ന് പറഞ്ഞു ലേക്ക് ഷോറിൽ. അപ്പോൾ ആംബുലൻസുകാർ വീണ്ടും പ്രശ്നം ഉണ്ടാക്കി. ഞങ്ങൾ പറഞ്ഞ് ഞങ്ങളോട് 1 മണിക്കൂറേ നിൽക്കുള്ളൂ, ഞങ്ങൾക്ക് തിരിച്ചു പോകണം, ഞങ്ങൾ പേഷ്യൻറ്റിനെ ഇറക്കിയിട്ട് പോകാമെന്ന് പറഞ്ഞു. വേറെ ആംബുലൻസ് കിട്ടാനുമില്ല അവിടെ. പിന്നെ ഞാൻ എറണാകുളത്തുള്ള എൻ്റെ ഒരു പൊളിറ്റിക്കൽ സുഹൃത്തിനെ വിളിച്ച് ഞാൻ ഡ്രൈവറെ കൊണ്ട് സംസാരിപ്പിച്ച് അയാളെ പേടിപ്പിച്ച് പറഞ്ഞ് ഇവരുടെ ട്രീറ്റ്മെൻറ്റ് കഴിയാണ്ട് നിങ്ങൾ ഇവിടുന്ന് വിടില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു അല്പം പേടികൊണ്ട് അവർ നിർത്തി വേറൊരു ഹോസ്പിറ്റലിൽ പോയി കോവിഡ് നെഗറ്റീവ് ടെസ്റ്റ് റിപ്പോർട്ട് കൊണ്ടുവന്നു. ഏകദേശം ഒരു 3-3.5 മണിക്കൂർ കൊണ്ട് അദ്ദേഹത്തിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി അവരവിടെ നിന്ന് തിരിച്ചു പോന്നു. വാസ്തവത്തിൽ അവർ തിരിച്ചു പോകുന്നതിന് ശേഷമാണ് എനിക്കൊരു സമാധാനം ഉണ്ടായത്. അത്രയും വലിയ പ്രതിസന്ധിയാണ്. അതോടൊപ്പം സ്ഥലം ഭോപ്പാലാണല്ലോ, ഇവർ വന്നിരിക്കുന്നത് നാട്ടിലേക്കും. അതുപോലെ ഒപ്പം തന്നെ ഭോപ്പാലിൽ പല കേസുകളിൽ ഇത്രയും സീരിയസ് ആയ കേസുകളുണ്ട്, ഹോസ്പിറ്റലിൽ അഡ്മിഷൻ കിട്ടുന്നില്ല, ബെഡുകളില്ല, അതായിരുന്നു ഏറ്റവും വലിയ പ്രശ്നങ്ങൾ. അപ്പോൾ ബെഡുകൾക്ക് വേണ്ടി പലപ്പോഴും പല ഹോസ്പിറ്റലുകളിലും സംസാരിച്ച് നമ്മൾ ചെയ്യുന്നു. ഒരുപക്ഷെ ബെഡ് അവർ വെക്കുമ്പോൾ പറയും, പേഷ്യൻ്റ് പറയും ഞങ്ങൾക്ക് വേറെ സ്ഥലത്ത് കിട്ടി, ഞങ്ങൾ പോവുകയാണ്. അങ്ങനെ പല പല ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. പിന്നെ അതോടൊപ്പം തന്നെ ഞങ്ങൾ അവിടെ ആവശ്യക്കാരായ മലയാളികൾക്ക് ഫുഡ് കിറ്റ്, പ്രൊവിഷൻ കിറ്റ്, അത് ആവശ്യമുള്ളവരെല്ലാം അവരവരുടെ വീടുകളിൽ രാവിലെ 6 മണിക്ക് കടയിൽ നിന്ന് വാങ്ങിച്ച്, കടകൾ അടവായിരുന്നു, അപ്പം അവർ രാത്രിയിൽ പാക്ക് ചെയ്ത് വെക്കും. രാവിലെ 6 മണിക്ക് കടയിൽ പോയി അതാത് ഏരിയയിലേക്കുള്ള ആൾക്കാരെ കൊടുത്തു വിട്ട് അവർ സ്കൂട്ടറിൽ പോയി അവരുടെ വീടുകളിൽ കൊണ്ട് എത്തിക്കുമായിരുന്നു. 7-7 ആകുമ്പോഴത്തേക്കും തിരിച്ചു വരും. കാരണം പോലീസ് വളരെ സ്ട്രിക്റ്റ് ആയിട്ടാണ് അങ്ങനെ സാധനങ്ങൾ കൊണ്ടുപോകാൻ. അങ്ങനെയുള്ള ഒരു കാലമായിരുന്നു. അപ്പോൾ ജോസഫ്, എന്താണെന്ന് പിണറായി വിജയൻ അനുമതി നിഷേധിച്ചു? എന്ത് പരിപാടിക്ക് അദ്ദേഹം അന്ന് വന്നത്? അദ്ദേഹം അവിടെ എന്തോ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി അദ്ദേഹം അവിടെ എത്തിയതായിരുന്നു ഭോപ്പാലിൽ. നിങ്ങളുടെ പരിപാടിയിലും പങ്കെടുക്കുന്നുണ്ടെന്ന്? അപ്പോൾ ഭോപ്പാലിൽ ആരെങ്കിലും വിശിഷ്ട അതിഥികൾ കേരളത്തിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അവരെ ഒരു സ്വീകരണം കൊടുക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു പാരമ്പര്യമായിരുന്നു. അതിനു മുമ്പ് ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാർ ഭോപ്പാലിൽ വന്നിട്ടുണ്ടായിരുന്നു, അദ്ദേഹത്തിന് സ്വീകരണം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്ന് ഞങ്ങൾ അനുമതി ചോദിച്ചപ്പോൾ അത് കിട്ടി. അതിന് പ്രകാരം ഭോപ്പാലിലെ 3 സംഘടനകൾ ചേർന്ന് അദ്ദേഹത്തിനൊരു പൊതു സ്വീകരണം കൊടുക്കാമെന്നും അദ്ദേഹത്തോടൊപ്പം തന്നെ ശ്രീമതി ടീച്ചറും ശ്രീമതി ശൈലജ ടീച്ചറും ഒക്കെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇവരെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടൊരു പൊതുപരിപാടി സംഘടിപ്പിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. ഈ പരിപാടിയിൽ പങ്കെടുക്കുവാൻ അദ്ദേഹം ഏകദേശം ഒരു 7 ആകുമ്പോൾ അവിടെ എത്തിച്ചേരേണ്ടതായിരുന്നു. 7 ആയപ്പോൾ മറ്റുള്ളവരുടെ പരിപാടി അദ്ദേഹം വരാൻ താമസിക്കുമെന്ന് മാത്രമേ ഞങ്ങൾക്ക് ആദ്യമേ അറിവ് കിട്ടിയിരുന്നു. പക്ഷേ മറ്റുള്ളവർ അവിടെ വന്ന് പരിപാടി ആരംഭിച്ചു. എന്നിട്ടും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എത്തിയില്ല. പിന്നീട് ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞു അദ്ദേഹം പരിപാടിയിൽ വരുന്നില്ല എന്നുള്ളത്.
പിന്നീട് അന്വേഷിച്ചപ്പോഴാണ് കാര്യങ്ങൾ അറിഞ്ഞത്. അവിടെ ഒരു ചെറിയ പ്രൊട്ടസ്റ്റ് ഉണ്ടായിരുന്നു ഈ സ്ഥലം നടക്കുന്ന വേദിയുടെ കുറച്ച് ദൂരെയായിട്ടുള്ളത്. അദ്ദേഹം ഹോട്ടലിൽ നിന്നിറങ്ങി ഈ പരിപാടിയുടെ സ്ഥലത്തേക്ക് വന്നപ്പോൾ പോലീസുകാർ അദ്ദേഹത്തിന് ഇൻഫോം കൊടുത്തു, ഇപ്പോൾ പോകണ്ട, അവരവിടെയുള്ള പ്രൊട്ടസ്റ്റുകാരെ നീക്കിയതിന് ശേഷം. ആരാണ് അവിടെ പ്രതിഷേധമായിട്ട് വന്നത്? പ്രതിഷേധമായിട്ട് വന്നവൾ ആരാന്നുള്ളത് കൃത്യമായിട്ട് അറിയില്ലായിരുന്നു. അത് അഡ്മിനിസ്ട്രേഷന് മാത്രമേ അറിയുള്ളൂ. കാരണം ഫ്രണ്ടിൽ ആരും വന്നിട്ടില്ലായിരുന്നു. അവർക്ക് കിട്ടിയ ഇൻഫർമേഷൻ്റെ ബേസിസിലാണ് അവർ പറഞ്ഞ പ്രൊട്ടസ്റ്റ് ഉണ്ട്, ഇപ്പം ഞങ്ങൾക്ക് കുറച്ച് സമയം വേണം അവരെ ക്ലിയർ ചെയ്യാൻ വേണ്ടി. അതിന് പ്രകാരം ഇദ്ദേഹത്തിൻ്റെ വാഹനം അവിടെ വഴിയിൽ വെച്ച് കുറച്ച് പേർ നിർത്തിയിട്ടിരുന്നു. അതിനുശേഷം ഒരു 1/4 മണിക്കൂർ കഴിഞ്ഞിട്ടും ക്ലിയറൻസ് കിട്ടിയില്ല. അപ്പം ഒരുപക്ഷെ ഇദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ പറഞ്ഞു, നമുക്കെന്നാൽ പിന്നെ തിരിച്ചു പോകാം, അവർ പോകണ്ടെന്ന് പറഞ്ഞതല്ലേ, എന്നാൽ തിരിച്ചു പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഓക്കെ നമുക്ക് തിരിച്ചു പോകാമെന്ന് പറഞ്ഞ് അദ്ദേഹം തിരിച്ച് ഹോട്ടലിലേക്ക് പോകും, പിന്നെ അവിടുന്ന് എയർപോർട്ടിലേക്ക് പോവുകയും ചെയ്തു. പക്ഷേ യഥാർത്ഥത്തിൽ അവിടെ ഗവൺമെൻറ് പോകണ്ടെന്ന് അവരോട് പറഞ്ഞിട്ടില്ലായിരുന്നു. ഇപ്പോൾ പോകണ്ടെന്നാണ് പറഞ്ഞിരുന്നത്. കുറച്ച് സമയം കഴിഞ്ഞിട്ട് പോയാൽ മതി എന്നുള്ളതാണ്. അതൊരു പക്ഷേ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പോ അല്ലെങ്കിൽ അത് മനസ്സിലാക്കിയത് എന്തുകൊണ്ടോ അദ്ദേഹത്തോട് കൺവേ ചെയ്ത് കൊടുത്തോ, അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ് ഉണ്ടായത്. വലിയ വാർത്തയായിരുന്നു ഇവിടെ, വലിയ വാർത്ത, അവിടെയും വാർത്തയായിരുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞു ഇങ്ങനെ അദ്ദേഹം വരുന്നില്ല എന്ന് പറഞ്ഞ് അപ്പോൾ എന്നെയും അവിടുത്തെ കളക്ടർ കോൺടാക്ട് ചെയ്തിട്ട് പറഞ്ഞു അദ്ദേഹത്തോട് ഒന്ന് റിക്വസ്റ്റ് ചെയ്യുക, ഇത് തിരിച്ച് ഫംഗ്ഷനിൽ അറ്റൻഡ് ചെയ്തിട്ട് പോവുക എന്നുള്ളതാണ്. അന്ന് അവിടുത്തെ മുഖ്യമന്ത്രിയും അവിടെയുള്ള എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്ത് അദ്ദേഹത്തിനോട് അവിടെ നിന്ന് പ്രോഗ്രാം അറ്റൻഡ് ചെയ്തിട്ട് പോവുക. കാരണം ഒരു സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം അതൊരു നല്ല കാര്യമല്ല. ഒരു പ്രോട്ടോകോൾ അനുസരിച്ച് ഒരാൾ വന്നിട്ട് അവർക്ക് പരിപാടിയിൽ പങ്കുചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതിന് പ്രകാരം അവിടുത്തെ ഗവൺമെൻറ് എല്ലാവിധ തരത്തിലും അവരോട് റിക്വസ്റ്റ് ചെയ്ത് തിരിച്ചു പോകുക എന്നുള്ളത്. പക്ഷേ അദ്ദേഹം പറഞ്ഞു ഒരു പ്രാവശ്യം പോകണ്ടെന്ന് പറഞ്ഞെടുത്ത് ഞാൻ പിന്നെ ഇനി എന്തിനാ പോണേ എന്നൊരു രീതിയാണ് അദ്ദേഹം സ്വീകരിച്ചത്. ആയിരുന്നു. അത് സംഘടനകൾക്കൊക്കെ വിഷമമുണ്ടാക്കി ഉണ്ടാവുമല്ലോ. എല്ലാവർക്കും വിഷമമുണ്ടായി. അതെനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിനും വിഷമമുണ്ടായി, എല്ലാവർക്കും വിഷമമുണ്ടായി. പക്ഷേ അതിനകത്ത് യഥാർത്ഥമായി സംഭവിച്ചത് ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് പ്രശ്നമാണ്. ഇതെന്താണ് ഈ മലയാളി മിഷൻ മധ്യപ്രദേശ് ചാപ്റ്റർ, എന്താണ് അത്? വേറെ ഉണ്ടോ? മലയാള മിഷൻ കേരള ഗവൺമെൻറ് സാംസ്കാരിക വകുപ്പിൻ്റെ കീഴിലുള്ള ഒരു സംഘടനയാണ്. അതായത് മറുനാടൻ മലയാളികൾക്ക് കുട്ടികൾക്ക് മലയാളം പഠിക്കുക, നമ്മളുടെ സംസ്കാരം അവരിലേക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടെ കേരള ഗവൺമെൻറ് 2010 സ്ഥാപിച്ച ഒരു പ്രസ്ഥാനമാണ് മലയാള മിഷൻ. അതിനകത്ത് നിങ്ങളുടെ റോൾ എന്താണ്? ചെയർമാൻ പദവിയിലാണ് ഇപ്പോൾ. അത് മലയാള മിഷൻ ഞങ്ങൾ 2020 ഇത് ആരംഭിച്ചത്. ഭോപ്പാലിലും കോവിഡിൻ്റെ സമയത്തായിരുന്നു. ഇപ്പോൾ ഏകദേശം 25 പഠന കേന്ദ്രങ്ങളും അതോടൊപ്പം 500 കുട്ടികളും ഇതിൽ പഠിക്കുന്നുണ്ട്. ആ നാട്ടിൽ തന്നെ? ഈ നാട്ടിൽ തന്നെ. മലയാളത്തെ പരിപോഷിക്കലാണ് പ്രധാനമായിട്ടും മലയാളത്തോട് അതോടൊപ്പം തന്നെ കലാപരിപാടികളും എല്ലാ പരിപാടികളും മലയാളം പഠിക്കുന്ന കുട്ടികൾക്ക് അവർക്ക് ഒരു അത് കേരള ഗവൺമെൻറ് പുതിയ നിയമമനുസരിച്ച് നീലക്കുറിഞ്ഞി എന്ന് പറയുന്ന കോഴ്സ് കഴിയുമ്പോൾ ഇവിടുത്തെ 10ാം ക്ലാസ്സിന് തത്തുല്യമായ ഒരു സർട്ടിഫിക്കറ്റാണ് കൊടുക്കുന്നത്. അവിടെ അങ്ങനെ ഒരു സംവിധാനമുണ്ട്, നീലക്കുറിഞ്ഞി എന്നുള്ളത്. അത് ഇതിൻ്റെ 4 ഭാഗമായിട്ടാണ് ഈ കോഴ്സിനെ രൂപപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഭാഗങ്ങളാണ് ആദ്യത്തെ 2 പ്രിലിമിനറിയും പിന്നെ 2 ഹയർ സ്റ്റഡീസും അങ്ങനെ ഉള്ളത്. അപ്പോൾ അതിന് പ്രകാരം ഇപ്പോൾ ലോകത്തിൽ ഏകദേശം 50 രാജ്യങ്ങളിലും 24 സ്റ്റേറ്റ്സിലും മലയാള മിഷൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ശ്രീ മുരുകൻ കാട്ടക്കടയാണ് ഇതിൻ്റെ ഡയറക്ടർ. ഭോപ്പാലിലും അദ്ദേഹം വന്നിട്ടുണ്ട്. ഭോപ്പാലിൽ ഇതുപോലെ പഠനോത്സവവും പ്രവേശനോത്സവവും എന്നിങ്ങനെ എല്ലാ കാര്യങ്ങളും. മാധ്യമ പ്രവർത്തന രംഗത്തേക്ക് എപ്പോഴാണ് വരുന്നത്? ലയം മാഗസിൻ തുടങ്ങുന്നത് എപ്പോഴാണ്? ലയം മാഗസിൻ തുടങ്ങുന്ന ഞാൻ വർക്ക് ചെയ്തിരുന്ന സമയത്ത് തന്നെ നാഷണൽ ഹെറാൾഡ് പേപ്പറിൽ ഒരു 2.5 വർഷക്കാലം പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. പത്രപ്രവർത്തനം എന്ന് പറയാൻ പറ്റില്ല, ഒരു പാർട്ട് ടൈം ജോബായിരുന്നു. വൈകിട്ട് 7 തൊട്ട് 9 വരെ. അന്ന് ലക്നൌവിലായിരുന്നു നാഷണൽ ഹെറാൾഡിൻ്റെ ഓഫീസ് ഹെഡ്ക്വാർട്ടർ. അപ്പോൾ ഭോപ്പാൽ ബ്യൂറോയിൽ അവർക്ക് അവിടെ കിട്ടുന്ന ന്യൂസുകളെ അങ്ങോട്ട് ടെലിപ്രിൻ്റർ വഴിയായിട്ട് അയച്ചു കൊടുക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ കിട്ടുന്ന ന്യൂസുകളെ അതിനെ ചെറുതായിട്ട് എഡിറ്റ് ചെയ്ത് മാറ്റം ചെയ്തുകൊണ്ട് ആവശ്യമുള്ള ന്യൂസുകൾ നമ്മൾക്ക് അങ്ങോട്ട് അയച്ചു കൊടുക്കുക. അതാണ് എടുത്തിരുന്നത്. ലയം മാഗസിൻ അസോസിയേഷൻ നേരത്തെ തുടങ്ങി വെച്ചൊരു മാഗസിനായിരുന്നു. അത് മറ്റൊരു രീതിയിലായിരുന്നു, ഒരു പത്രിക മാതിരിയായിരുന്നു. പിന്നെ അതിനെ 2020 ഞങ്ങളൊരു മാഗസിൻ്റെ രൂപത്തിലേക്ക് ആക്കി. ഇപ്പോൾ അതൊരു ഫുൾ ഫ്ലെഡ്ജ്ഡ് മാഗസിനായി, നല്ല സർക്കുലേഷൻ ഉള്ളൊരു മാഗസിൻ. മലയാളം മേഖലകളിലാണ് അതിൻ്റെ സർക്കുലേഷൻ?
പ്രത്യേകിച്ചും മലയാളികളുടെ ഇടയ്ക്കാണ്. മലയാളികളുടെ ഇടയ്ക്ക് ഞങ്ങൾ ഭോപ്പാലിന് പുറത്തും മറ്റുള്ള സ്റ്റേറ്റ്സുകളിലും എല്ലാ അസോസിയേഷൻകാർക്കും അതുപോലെ മലയാള മിഷൻ്റെ പ്രവർത്തകർക്കും എല്ലാവർക്കും അയച്ചു കൊടുക്കാറുണ്ട്. ഓൺലൈനായിട്ട് കണ്ടന്റ് എന്താണ് ശരിക്കും? കണ്ടന്റ് ബേസിക്കലി അവിടെ മറുനാടൻ മലയാളികളുടെ അവരുടെ ആഘോഷങ്ങളും അവരുടെ വാർത്തകളും അവരുടെ വാർത്തകളും ഒക്കെയാണ്. ഭോപ്പാലിലും മറ്റ് ഭോപ്പാൽ അടുത്തുള്ള പ്രദേശങ്ങളിലെ വാർത്തകളും അതുപോലെ തന്നെ കേരളത്തിലുള്ള പ്രധാനമായ വാർത്തകളും അതും ഉൾപ്പെടുത്തിക്കൊണ്ട്. അവിടുത്തെ സൗജന്യ ഭക്ഷണ വിതരണോ ഏതെങ്കിലും സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് എങ്ങനെയാണ്? ആശുപത്രി കേന്ദ്രീകരിച്ചാണ്? ആശുപത്രിയിൽ അവിടുത്തെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ ഞങ്ങളൊരു 100 പേർക്ക് എല്ലാ ദിവസവും ഭക്ഷണം കൊടുക്കുന്ന ഒരു പരിപാടി. എത്ര കാലമായി അത് ആരംഭിച്ചിട്ട്? അത് 2020 ആരംഭിച്ചതാണ്. എന്തുകൊണ്ട് അത് ആരംഭിക്കാൻ സാഹചര്യം എങ്ങനെ ഉണ്ടായത്? സാഹചര്യം എന്ന് പറഞ്ഞാൽ അവിടെ ഈ ഹോസ്പിറ്റലിൽ വരുന്ന ആൾക്കാർ വളരെ പാവപ്പെട്ട ആൾക്കാരായിരുന്നു. അവരുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർക്ക് പ്രോപ്പറായിട്ട് ഭക്ഷണം പല സമയങ്ങളിലും കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഒരാളെ കണ്ടപ്പോൾ ഫണ്ട് എങ്ങനെയാണ് സ്വരൂപിക്കുന്നത്? അത് അവിടെ ഒരു കമ്പനി ജയശ്രീ ഗായത്രി എന്ന് പറഞ്ഞൊരു കമ്പനി അവരുമായിട്ടൊരു ഞങ്ങൾ ടൈപ്പ് ചെയ്തിരുന്നു. അപ്പം അവർ ഫുഡ് ഉണ്ടാക്കുന്നത് ഒരു കോമൺ ആയിട്ട് ഫുഡ് ഉണ്ടാക്കും, എന്നിട്ടത് ഇതുപോലുള്ള സ്ഥലങ്ങളിൽ കൊണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. നമ്മളാണ് ഡിസ്ട്രിബ്യൂഷൻ ചുമതല. ഡിസ്ട്രിബ്യൂഷൻ ഞങ്ങളുടെ ചുമതലയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഡിസ്ട്രിബ്യൂഷനുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യുമായിരുന്നു. ഈ വെള്ളപ്പൊക്കം, കേരളത്തിൽ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ നിങ്ങളുടെ സഹായം എത്തിയിരുന്നല്ലോ, എങ്ങനെയാണ് അതിനെയൊക്കെ ക്രോഡീകരിച്ചിരുന്നത്? കേരളത്തിൽ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ ഞങ്ങൾക്ക് വെറുതെ നോക്കി നിൽക്കാൻ കഴിഞ്ഞില്ല. ഞങ്ങൾ ജന്മനാടിനെ ഒരിക്കലും മറക്കാൻ കഴിയില്ല. അപ്പം അതുകൊണ്ട് ഈ രണ്ടാം ഘട്ടത്തിൽ ഉണ്ടായ വെള്ളപ്പൊക്കത്തിൽ വളരെ സഹായം ചെയ്യാൻ കഴിഞ്ഞെന്നുള്ളതാണ്. ഒരു 75 ലക്ഷം രൂപയുടെ സാമഗ്രികൾ, മരുന്നും ഭക്ഷണവും അതുപോലെ മറ്റു സാധനങ്ങളെല്ലാം, പ്രത്യേകിച്ച് ഭക്ഷണ സാധനങ്ങൾ, അരി, ഗോതമ്പ്, പരിപ്പ്, ഇങ്ങനെയുള്ള സാധനങ്ങൾ എല്ലാം ഞങ്ങളിവിടെ വാഗൺ വഴിയായിട്ടും ലോറി വഴിയായിട്ടും സാധനങ്ങൾ ഇവിടെ എത്തിച്ച് ഇവിടുത്തെ കളക്ടറുമായിട്ട് കോട്ടയം, ആലപ്പുഴ ജില്ലകളിൽ ഉള്ള കളക്ടർമാരുടെ ത്രൂവിൽ ഞങ്ങളത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. വയനാട്ടിലും അത് ഞങ്ങൾ പ്രധാനമായിട്ട് ഞങ്ങളെ സഹായിച്ചതൊരു നല്ല മനുഷ്യസ്നേഹിയായ ശ്രീ മോദിജി എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. അദ്ദേഹമാണ് ഈ ഇത്രയും ഐറ്റം സാധനങ്ങൾ വാങ്ങിക്കാനുള്ള ഒരു സഹായം ഞങ്ങൾക്ക് ചെയ്തത്. എൻ്റെ ഒരു ചോദ്യം, നമ്മൾ ഈ ഇത്തരം സ്ഥലങ്ങളിൽ ഇപ്പം ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലും മലയാളികളുടെ സാന്നിധ്യമുണ്ട്. നാട്ടിൽ ഇതിപ്പോൾ 40 വർഷമായി താങ്കളവിടെ പോയിട്ട്, അപ്പോഴത്തേക്ക് നാട്ടിലെ വേരുകളെല്ലാം ഇല്ലാതാവും. അപ്പോൾ ഈ റിട്ടയർമെൻറ്റ് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരാൻ ആളുകൾ ആഗ്രഹിക്കുന്നുണ്ടോ, അത് അവിടെ തന്നെ കൂടാനാണോ ആഗ്രഹിക്കുന്ന ആളുകൾ പൊതുവെ? ഇപ്പോൾ അവിടെ ഈ പറഞ്ഞ പോലെ 1.5 ലക്ഷം മലയാളികൾ എന്തായാലും ഉണ്ടാവുമല്ലോ, അവരൊക്കെ അവിടെ തന്നെ കൂടുകയാണോ, റിട്ടയർ ചെയ്താൽ ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എന്തായാലും മനഃശാസ്ത്രം? അതൊരു സമ്മിശ്രിത ഫീലിംഗാണ് ആൾക്കാർക്കുള്ളത്. ചിലർക്ക് നാട്ടിലേക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്, ചിലർക്ക് നാട്ടിലേക്ക് പോകണമെന്ന് ആഗ്രഹമില്ല. നാട്ടിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരുടെ മനസ്സെങ്ങനെയാണ്? നാട്ടിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നത് കൂടുതലും അവരുടെ ബന്ധുക്കളും മറ്റുള്ള ആൾക്കാരൊക്കെ ഉള്ളവരാണ് കൂട്ടിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നത്. അവരങ്ങനെ സ്വീകരിക്കുമോ? അങ്ങനെ വരുമ്പോൾ അവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ട്, ഒരു ഗ്യാപ്പിൻ്റെ ലോങ് ഗ്യാപ്പ് ഉണ്ട്, ബുദ്ധിമുട്ടുണ്ട്. അത് അവർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ട്. പലരും അവിടെ നിന്ന് വന്നിട്ട് വിഷമിക്കുന്ന ആൾക്കാരുമുണ്ട്, തിരിച്ചു വന്ന ആൾക്കാരുമുണ്ട്. അങ്ങനെയുള്ള ഒരു അനുഭവം പങ്കുവെക്കാൻ പറ്റുമോ മനസ്സിൽ? അങ്ങനെയുള്ള വ്യക്തിപരമായി ഞാൻ ഓർമ്മ വരുന്നില്ലെങ്കിലും അങ്ങനെയുള്ള ഒത്തിരി ആൾക്കാരുണ്ട്. പിന്നെ പലർക്കും അവരവരുടെ വീടുകളിലെല്ലാം വിറ്റ് കഴിഞ്ഞുകൊണ്ട് അവർക്ക് തിരിച്ചു വരാൻ പറ്റാത്തതുണ്ട്. ഈ അവിടെ തന്നെ നിൽക്കാൻ ആഗ്രഹിക്കുന്നവരുടെ മനസ്സെങ്ങനെയാണ്? അവരെന്തുകൊണ്ടാണ് അവിടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നത്? അവിടെ നമ്മൾ ജീവിത സാഹചര്യമാണ് എല്ലായിടത്തും നമ്മളെ നിലനിർത്തുന്നത്. നമുക്ക് ജീവിതത്തിൽ ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴാണ് നമ്മൾ മറുത ചിന്തിക്കുന്നത്. ഒരു ബുദ്ധിമുട്ടില്ലാത്തതുകൊണ്ട് ആൾക്കാർ വിചാരിക്കുന്നത് എന്തുകൊണ്ട് ഇവിടെ ജീവിച്ചുകൂടാ. അവിടെ പൊതുവെയുള്ള അവിടുത്തെ സമൂഹം എങ്ങനെയാണ് മലയാളികളോടുള്ള ഒരു ഇടപഴകൽ? പല സ്ഥലത്തും ഒറ്റപ്പെടുത്തലുകൾ, ഈ പലപ്പോഴും ക്രൈസ്തവ വിശ്വാസികൾക്ക് നേരെയുള്ള അക്രമങ്ങൾ, ഈ പ്രാദേശികവാദം, ഇത്തരം കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഭോപ്പാലിലെ അതിൻ്റെ ഒരു അവസ്ഥ? ഭോപ്പാലിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വളരെ കുറവാണ്, വളരെ അപൂർവമാണ്. പിന്നെ അവിടെയുള്ള ജനങ്ങളെന്ന് പറഞ്ഞാലും ലോക്കൽ ആൾക്കാർ കുറവും മറ്റു സ്ഥലങ്ങളിൽ നിന്ന് വന്ന ആൾക്കാർ കൂടുതലാണ്, കുടിയേറിയവരാണ് കൂടുതൽ. പല സ്റ്റേറ്റുകളിൽ നിന്ന് വന്ന ആൾക്കാരും പല മധ്യപ്രദേശിൻ്റെ പല ഭാഗത്തു നിന്ന് വന്ന ആൾക്കാരുമാണ് ഭോപ്പാലിലുള്ളത്. ഭോപ്പാൽ ക്യാപിറ്റലായതിനു ശേഷമാണ് അവിടെ ഭോപ്പാലിലേക്ക് ഇത്രയും ആൾക്കാർ വന്നത്. അതുപോലെ ഞാൻ BHEയിലും മറ്റ് ഇൻഡസ്ട്രിയൽ സ്ഥാപനങ്ങളിലേക്കും വർക്ക് ചെയ്യാൻ വന്നവരാണ് അവിടെ ഉള്ളവർ. അവരെല്ലാം തന്നെ ഭോപ്പാലിന് പുറത്തു നിന്ന് വന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്കങ്ങനെ ഒരു തദ്ദേശീയമായിട്ടൊരു വളരെ സ്ട്രോങ് ഫീലിംഗ് ഒന്നുമില്ല ആൾക്കാർ. എല്ലാവരും ഓക്കെ അങ്ങനെ അവരുടേതായ തൊഴിൽ നോക്കി ജീവിക്കുന്നു. മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അധികം ഇൻ്റർഫിയർ ചെയ്യാൻ ആരും പോകാറില്ല. അതുപോലെ തന്നെ
പരസ്പര സഹായത്തിൽ കുഴപ്പമില്ല, എല്ലാ ആൾക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചു. ഇപ്പൊ താങ്കളുടെ സഹോദരങ്ങളെ കുറിച്ചും ജീവിതത്തെക്കുറിച്ചും പറഞ്ഞു. താങ്കൾ ഒരു ജീവിത പങ്കാളിയെ കണ്ടെത്തിയിട്ടുണ്ടാവുമല്ലോ. തീർച്ചയായും. എവിടെ നിന്നാണ് കണ്ടെത്തിയത്? ഞാൻ ഭോപ്പാലിൽ നിന്ന് തന്നെയാണ് എൻ്റെ ജീവിത പങ്കാളിയെ കണ്ടെത്തിയത്. അതെന്താ? മലയാളിയാണോ? മലയാളിയാണ്. മലയാളിയാണ്. അവിടെ ജനിച്ചോളെന്നാണ്. സജി ജോസഫ്. സജി ജോസഫ്. അതെങ്ങനെ കണ്ടെത്തി? സുഹൃത്തുക്കളുടെ ത്രൂ ആണ് ആദ്യം പരിചയപ്പെട്ടത്. എവിടുത്തുകാരായിരുന്നു? അവർ തൃശ്ശൂരുകാരാണ്. തൃശ്ശൂരിൽ അദ്ദേഹത്തിന് അവരുടെ വൈഫിൻ്റെ ഫാദർ BHEL വർക്ക് ചെയ്യുമായിരുന്നു. അങ്ങനെ വർക്ക് ചെയ്തപ്പോൾ ഇതുപോലെ ഒരു പ്രൊപ്പോസൽ കൊണ്ട് വന്നു. എത്ര മക്കളാണ്? എനിക്ക് 2 കുട്ടികൾ. ഭാര്യ എന്താ ജോലി ചെയ്യുന്നുണ്ടോ? ഭാര്യ ജോലി ചെയ്യുന്നു. സെൻട്രൽ ഗവൺമെന്റ് ജോലി ചെയ്യുന്നു, AG ഓഫീസിൽ. മക്കള് ആരൊക്കെയാണ്? മക്കള് 2 പെൺകുട്ടികളാണ്. ഒരാളുടെ വിവാഹം കഴിഞ്ഞു. പേരെന്താണ്? സാനിയ. വിവാഹമൊക്കെ എവിടുന്നാ കഴിഞ്ഞത്? വിവാഹം കഴിഞ്ഞ ഭോപ്പാലിലാണ് വിവാഹം കഴിച്ചത്. അവിടെ അവന് ആളെ കണ്ടെത്തിയത് അവിടെ തന്നെയാ? ഭോപ്പാലല്ല, അവര് ഡൽഹി ബേസ്ഡ് ആൾക്കാരാണ്. അവർ കോട്ടയംകാരാണ്, ഡൽഹിയിൽ സെറ്റിൽ ചെയ്ത ആൾക്കാരാണ്. രണ്ടാമത്തെ ആൾ ഇപ്പോൾ പഠിക്കുന്നു, ഇപ്പോൾ ജോലി ചെയ്യുന്നു, പൂനെയിൽ ഇൻഫോസിസ് ജോലി ചെയ്യുന്നു. പേരെന്താണ്? നവ്യ. 2 പെൺകുട്ടികളാണ്. രണ്ടാമത്തെ ആള് കല്യാണം കഴിഞ്ഞോ? ഇല്ല, കഴിഞ്ഞില്ല. ഈ അവിടുത്തെ കൾച്ചർ ഇവിടുത്തെ കൾച്ചർ തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണ് ജോസഫ് കാണുന്നത്? അത് വ്യത്യാസം പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു വ്യത്യാസമാണ്. കാരണം അതൊരു ഓരോരോ ഫീലിങ്സ് ആണ്. കാരണം അവരുടെ ഒരു കാഴ്ചപ്പാടും അവരുടെ ഭക്ഷണ രീതിയും അവരുടെ ലാംഗ്വേജും എല്ലാം ഒരു കൾച്ചറിന്റെ ഭാഗമായിട്ടാണ് വരുന്നത്. ഭക്ഷണ രീതിയിൽ എന്താ മാറ്റം കാണുന്നത്? നമ്മുടെ ഭക്ഷണ രീതിയിൽ തീർച്ചയായിട്ടും അവിടുത്തെ ഭക്ഷണ രീതി. അവിടെ എന്തൊക്കെയാണ് വെറൈറ്റി ഫുഡ്? ഇവിടുത്തെ ഫുഡ് നമുക്ക് അറിയാലോ. അവിടെ എന്തൊക്കെയാണ്? അവിടെ സാധാരണ പൊറോട്ട, ചപ്പാത്തി, പൊറോട്ട എന്ന് പറയും. പിന്നെ അരിയാഹാരമുണ്ട്. പിന്നെ കറി. പ്രിപ്പറേഷനിൽ മാറ്റമുണ്ട്. മാറ്റമുണ്ട്. അപ്പൊ നിങ്ങൾ അവിടെ തന്നെ കൂടാനാണ് പരിപാടി? ഇപ്പോൾ അങ്ങനെയാണ് പരിപാടി. അവിടെ താമസമൊക്കെ വീട് സ്വന്തമായൊരു വീടുണ്ട്. അതെവിടെയാ? ഭോപ്പാലിൽ എവിടെയായിട്ടാ വരിക? ഭോപ്പാലിന്റെ ഒരു ഹൃദയഭാഗത്തായിട്ടെന്ന് പറയാം. വീടും അവിടെ കുട്ടികളും കുടുംബമായിട്ട് അവിടെ തന്നെ തുടരാനാണ്. അപ്പൊ താങ്കൾ ഹാപ്പിയാണ്? തീർച്ചയായിട്ടും ഹാപ്പിയാണ്. എപ്പോഴെങ്കിലും ജന്മനാട്ടിൽ ജീവിക്കാൻ പറ്റിയില്ല, ഇത്രയും കാലം പുറത്ത് താമസിക്കേണ്ടി വന്നതിൽ സങ്കടം തോന്നിയിട്ടുണ്ടോ? സങ്കടമില്ല, ഇവിടെ വരാനൊരു ആഗ്രഹം എപ്പോഴും മനസ്സിലുണ്ട്. നാടിനോട് വളരെ ഇഷ്ടം മനസ്സിൽ സൂക്ഷിക്കുന്നു. അതെ, ആ ഇഷ്ടമുണ്ട്. പിന്നെ ഇവിടുത്തെ ഭക്ഷണം തീർച്ചയായിട്ടും നമ്മുടെ സമയം തീരുകയാണ്. പ്രേക്ഷകരെ, നമ്മൾ ഈ മനുഷ്യരുടെ ജീവിതത്തിന്റെ യാത്ര, നമ്മൾ പലരും ജനിച്ച് ആ നാട്ടിൽ തന്നെ സുഖമായി ജീവിച്ച് അങ്ങ് മരിച്ചു പോകുന്ന മലയാളി നമുക്കറിയാം. പ്രവാസ ലോകം എന്ന് പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റിലേക്കുള്ള കുടിയേറ്റമാണ് നമ്മളെപ്പോഴും കാണുന്നത്. അതിനപ്പുറം കേരളത്തിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി ആ നാടിനോടങ്ങ് ഇഴുകിച്ചേർന്ന് ജീവിക്കുന്ന മനുഷ്യരുമുണ്ട്. അതിലൊരാളാണ് ഇന്ന് നമ്മുടെ അതിഥിയായിട്ട് എത്തിയിട്ടുള്ളത്. അദ്ദേഹം കടന്നു വന്ന വഴികൾ പറഞ്ഞു. ഭോപ്പാൽ ദുരന്തത്തിൻ്റെ ഓർമ്മകളും കോവിഡ് കാല അനുഭവങ്ങളും അവിടെ ജീവിക്കുമ്പോഴും നമ്മുടെ നാടിനെ ചേർത്തു പിടിക്കുന്ന ആ നല്ല മനസ്സും ഞങ്ങൾ പ്രേക്ഷകർക്ക് മുന്നിൽ സമർപ്പിക്കുകയാണ്. നിങ്ങൾ കാണുക, വിലയിരുത്തുക. പ്രേക്ഷകർക്കും ഒപ്പം ജോസഫിനും നന്ദി, നമസ്കാരം.